ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DLEDൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലുള്ള ഫിലോസഫി പേപ്പറാണ്. പാഠ്യപദ്ധതിയും ജനാധിപത്യ വിദ്യാഭ്യാസവും. ഈ പേപ്പറിൽ 6 യൂണിറ്റുകളാണുള്ളത്. ഈ 6 യൂണിറ്റും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ യൂണിറ്റ് പാഠ്യപദ്ധതി എന്ത് എങ്ങനെ എന്നാണ്. ആദ്യ ഭാഗത്ത് തന്നെ ഗാന്ധിജി ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് നൽകിയിട്ടുണ്ട്. ദുർബലരായവർക്ക് ശക്തരായവർക്കൊപ്പം അവസരം ലഭിക്കുന്ന ഒന്നാണ് ജനാധിപത്യം. ഇതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. തുല്യരായവർക്ക് എല്ലാവരും തുല്യരാണ് അല്ലേ. ദുർബലരായവർക്ക് ശക്തരായവരുടെ കൂടെ തന്നെ അവസരങ്ങൾ നൽകുന്ന ഒന്നാണ് ജനാധിപത്യം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. എല്ലാവർക്കും തുല്യ അവസരം നൽകുന്ന ഒരു കൂട്ടായ ജീവിത രീതിയാണ് ജനാധിപത്യം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പാഠ്യപദ്ധതി എന്നാണ്. സ്കൂളിലെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും ആകെ തുക അല്ലേ. അതായത് ഒരു കുട്ടി നമ്മളുടെ സിലബസും അതുപോലെ കരിക്കുലം എന്നതാണ് പാഠ്യപദ്ധതി. സിലബസ് എന്ന് പറയുന്നത് വേറെയാണ്. സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സിലബസിലുണ്ടാവുക. പക്ഷേ സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും കുട്ടികൾക്ക് ലഭിക്കുന്ന കഴിവുകൾ, നൈപുണികൾ, അതെല്ലാത്തിൻ്റെയും ഒരു ആകെ തുകയാണ് പാഠ്യപദ്ധതി. കുട്ടിക്ക് ലഭിക്കേണ്ട അനുഭവങ്ങളുടെയും സമഗ്ര രേഖയാണ് പാഠ്യപദ്ധതി. മനസ്സിലായോ? സിലബസ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. എന്നാൽ കരിക്കുലം എന്ന് പറയുന്നത് സിലബസിനേക്കാൾ വലിയൊരു ഏരിയയാണ്. അതിൽ സിലബസും കൂടുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യദിനം അതൊക്കെ ആഘോഷിക്കുമ്പോൾ നമുക്ക് മൂല്യങ്ങൾ, ദേശസ്നേഹം അതൊക്കെ വരില്ല. അതൊക്കെ അനുഭവങ്ങളാണ്. അത് സിലബസിൻ്റെ ഭാഗമല്ല, പക്ഷെ എന്തിൻ്റെ ഭാഗമാണ്? കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കരിക്കുലമാണ് പാഠ്യപദ്ധതി. അപ്പോൾ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് വലിയൊരു ഏരിയ തന്നെയാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ് ജനാധിപത്യ പാഠ്യപദ്ധതി എന്നാണ്. എന്താണ് ജനാധിപത്യ പാഠ്യപദ്ധതി? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും തുല്യാവസരം, എല്ലാവരും ഈക്വലാണ്, എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പാഠ്യപദ്ധതി. എവിടെ വെച്ചും ആർക്കും ആരിൽ നിന്നും പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് എവിടെയാണോ അതാണ് ജനാധിപത്യ പാഠ്യപദ്ധതി. അതായത് ഒരാൾക്ക് എവിടെയാണോ അയാൾക്ക് ഇഷ്ടമുള്ളിടത്ത് പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. ആർക്കും ഏതൊരാൾക്കും പഠിക്കാൻ കഴിയണം. അതിൽ ജാതി മതം അങ്ങനെ ഒരു വ്യത്യാസം ഉള്ള ഏതൊരാൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം. ഒരു കുട്ടിക്ക് എവിടെയാണോ പഠിക്കാൻ ഇഷ്ടമുള്ളത് അവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം. അതുപോലെ തന്നെ ആരിൽ നിന്നാണ് പഠിക്കാൻ ആഗ്രഹം അവിടെ പഠിക്കാനുള്ള അവസരം കുട്ടിക്ക് ഉണ്ടാവണം. അതിനെയാണ് ജനാധിപത്യ പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. എവിടെ വെച്ചും ആർക്കും ആരിൽ നിന്നും പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതിനെയാണ് ജനാധിപത്യ പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി എന്താണ് ജനാധിപത്യ വിദ്യാലയം? എല്ലാ കുട്ടികളും ഒരു സ്കൂളിലെ ഒരു വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും തുല്യ അവസരമാണ്. ജെൻഡറിൻ്റെ വ്യത്യാസത്തിൽ ഒരു ഇതുമില്ല, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല, വേർതിരിവില്ല. ജാതി മതം എന്തിൻ്റെ പേരിലും ഒരു ഡിസ്ക്രിമിനേഷനും ഒരു വേർതിരിവും ഇല്ലാത്ത എല്ലാവർക്കും തുല്യ അവസരം നൽകുന്ന ഒരു വിദ്യാലയമാണെങ്കിൽ ആ വിദ്യാലയത്തെ നമുക്ക് എന്ത് പറയാം? ജനാധിപത്യ വിദ്യാലയം. വിദ്യാലയ നടത്തിപ്പ്, ക്ലാസ് റൂം പ്രവർത്തനം, അധ്യാപക വിദ്യാർത്ഥി ബന്ധം, വിദ്യാലയവും സമൂഹവുമായിട്ടുള്ള ബന്ധം, ഇതിലെല്ലാം ഒരു ജനാധിപത്യം, തുല്യ അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാലയത്തെ നമുക്ക് എന്തു പറയാം? ജനാധിപത്യ വിദ്യാലയം. എന്താണ് ജനാധിപത്യ ക്ലാസ് റൂം? ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികൾക്കും തുല്യ അവസരമാണ്. ഒന്നിൻ്റെ പേരിലും ആരെയും വേർതിരിക്കുന്നില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും തുല്യ അവസരമാണ്. അധ്യാപകൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ക്ലാസ് റൂമിനെയാണ് നമ്മൾ എന്ത് പറയുക? ജനാധിപത്യ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ജനാധിപത്യ വിദ്യാലയം, ജനാധിപത്യ ക്ലാസ് റൂം ഒക്കെ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കുക. എന്താണ്? എല്ലാവർക്കും ഒരുപോലെയുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തുല്യ അവസരമുള്ള വിദ്യാലയമാണ് ജനാധിപത്യ വിദ്യാലയം. അങ്ങനെയുള്ള ക്ലാസ് റൂമുകളാണ് ജനാധിപത്യ ക്ലാസ് റൂം. അടുത്തതായി പറയാനുള്ളത് ഭരണഘടനാ മൂല്യങ്ങളാണ്. അതിൽ ആദ്യം പറയുന്നത് തുല്യനീതി, രണ്ടാമത് ജനാധിപത്യം, 3 മതേതരത്വം, 4 സാഹോദര്യം, 5 സ്വാതന്ത്ര്യം. ഭരണഘടനാ മൂല്യങ്ങളിൽ ആദ്യം പറയുന്നത് തുല്യനീതിയാണ്. എല്ലാവർക്കും അവസര സമത്വം, തുല്യനീതി. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന. എന്താണ് പാർശ്വവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? മാർജിനലൈസേഷൻ. അതായത് കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ലഭിക്കുന്ന അവസരങ്ങൾ ലഭിക്കണം എന്ന് ഇല്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ്
പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഇത് ശരിയായ ഒരു രീതിയല്ല പാർശ്വവൽക്കരിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം, പ്രത്യേക പരിഗണന നൽകണം. എന്നാലേ ഉള്ളൂ മറ്റുള്ളവരുടെ കൂടെ അവർക്ക് ആ അവസരങ്ങൾ തുല്യമായി ലഭിക്കുകയുള്ളൂ. അവസരങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കണമെന്നില്ല ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്. അപ്പോൾ അവർക്ക് എന്താണ്, പ്രത്യേകം പരിഗണന നൽകണം. അതിന് കുറച്ച് ആർട്ടിക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചോദിക്കാറുള്ള ചോദ്യമാണ്, തുല്യനീതി ഉറപ്പാക്കുന്നതിനുള്ള ചില ആർട്ടിക്കിൾ ഏതെല്ലാമാണ്. അപ്പോൾ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A. നിയമവ്യവസ്ഥയിൽ തുല്യനീതി ഉറപ്പാക്കാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A. അടുത്ത ആർട്ടിക്കിൾ 15. മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ വിവേചനങ്ങളുടെ നിരോധനം. ഇതിൻ്റെ പേരിലൊന്നും വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15. അപ്പോൾ ഇതും തുല്യനീതി ഉറപ്പാക്കാനുള്ള ആർട്ടിക്കിളിൽ ഒന്നാണ്. അടുത്തത് ആർട്ടിക്കിൾ 16. തുല്യ തൊഴിലവസരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 17. അയിത്തം, തൊട്ടുകൂടായ്മ പാടില്ല എന്നിവ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അപ്പോൾ ഈ 4 ആർട്ടിക്കിൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ആർട്ടിക്കിൾ 39A നിയമവ്യവസ്ഥയിൽ തുല്യനീതി ഉറപ്പാക്കാൻ. ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ ഒന്നിൻ്റെ പേരിലും വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 തുല്യ തൊഴിലവസരം. 17 അയിത്തം, അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ പാടില്ല. അടുത്തതായി പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുള്ള പ്രത്യേക പരിഗണന നൽകണമെന്നുണ്ട്. അതിനുവേണ്ടി ചില ആർട്ടിക്കിൾ ഉണ്ട്, അതും ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചോളൂ. ആർട്ടിക്കിൾ 15(3) കുട്ടികൾ, അതുപോലെ തന്നെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക നിയമം നിർമ്മിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15(3) കേട്ടോ. അതുപോലെ ആർട്ടിക്കിൾ 15(4) പട്ടികജാതി പട്ടികവർഗം ഉന്നമനത്തിനായി നിയമം നിർമ്മിക്കാം എന്നുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15(4). ആർട്ടിക്കിൾ 15(5) വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്കക്കാർക്ക് സംവരണം വേണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15(5). അടുത്തത് 16(4). ആർട്ടിക്കിൾ 16(4) പറയുന്നത് പിന്നോക്ക വിഭാഗക്കാർക്ക് തൊഴിൽ സംവരണം വേണമെന്നാണ്. ആർട്ടിക്കിൾ 40 പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ 1/3 സീറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സംവരണം വേണമെന്നാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളൊക്കെ എന്തിനു ഉദാഹരണമാണ്? പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുള്ള പ്രത്യേക പരിഗണന നൽകുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് 15(3), 15(4), 15(5), 16(4), ആർട്ടിക്കിൾ 40. അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടി പഠിച്ചു വെക്കുക. 15(3) കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക നിയമം നിർമ്മിക്കാമെന്ന് പറയുന്നുണ്ട്. 15(4) പട്ടികജാതി വർഗം ഉന്നമനത്തിന് നിയമം നിർമ്മിക്കാമെന്ന് പറയുന്നുണ്ട്. 15(5) ആർട്ടിക്കിൾ 15(5) വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പിന്നോക്കക്കാർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 16(4) പിന്നോക്ക വിഭാഗക്കാർക്ക് തൊഴിൽ സംവരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 40 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ 1/3 സീറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സംവരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിളുകളൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ചോദിക്കാറുണ്ട്, ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ചോദ്യം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ജനാധിപത്യത്തെ കുറിച്ചിട്ടാണ്. അടുത്ത ഭരണഘടനാ മൂല്യമാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ: പരമാധികാരം ജനങ്ങൾക്കാണ്, രാഷ്ട്രീയ തുല്യത, ഭൂരിപക്ഷ ഭരണം, ഫെഡറൽ വ്യവസ്ഥ, കൂട്ടുത്തരവാദിത്തം. ഈ സവിശേഷതകൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ. പരമാധികാരം ആർക്കാണ്? ജനങ്ങൾ. ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ അത് പരമാധികാരം ജനങ്ങൾക്കാണ്. രാഷ്ട്രീയ തുല്യത ഉണ്ട്. ഭൂരിപക്ഷം ആരാണോ കിട്ടിയത് അവരാണ് ഭരിക്കുന്നത്, അതാണ് ഭൂരിപക്ഷ ഭരണം. ഫെഡറൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, സെൻട്രൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അതൊക്കെയാണ് ഫെഡറൽ വ്യവസ്ഥ. അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്തം. ഈ 5 കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് ഇതെല്ലാം. അടുത്ത ഭരണഘടനാ മൂല്യമാണ് മതേതരത്വം. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മതേതരത്വം നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായത്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തൊക്കെയാണ് മതേതരത്വത്തിൽ പറയുന്നത്? രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല,
മതത്തിൻ്റെ പേരിലുള്ള വിവേചനം പാടില്ല. ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. പൊതുവിദ്യാലയത്തിൽ മതപ്രചാരണം അനുവദിക്കില്ല. ഈ പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. നമ്മുടെ രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. ഏതൊരാൾക്ക് ഏത് മതവും ആചാരങ്ങളും അനുഷ്ഠിക്കാനുള്ള ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. മതത്തിൻ്റെ പേരിലുള്ള വിവേചനം പാടില്ല. അതുപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ മതപ്രചാരണം നടത്താൻ അനുവദിക്കില്ല. അടുത്ത ഭരണഘടനാ മൂല്യമാണ് സാഹോദര്യം. സാഹോദര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അല്ലേ? സഹോദരി സഹോദരന്മാരായിട്ട് ഇന്ത്യയിലുള്ള എല്ലാവരെയും നമ്മളുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയായിട്ട് കാണുന്നതിനെയാണ് സാഹോദര്യം. അടുത്ത ഭരണഘടന മൂല്യമാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ 6 സ്വാതന്ത്ര്യങ്ങളാണ് നമുക്ക് ഭരണഘടന നൽകിയിട്ടുള്ളത്. 1 അഭിപ്രായ സ്വാതന്ത്ര്യം, ഇത് പഠിച്ചോളൂ കേട്ടോ. 1 അഭിപ്രായ സ്വാതന്ത്ര്യം. 2 സംഘം ചേരാനുള്ള സ്വാതന്ത്ര്യം. 3 സംഘടനാ സ്വാതന്ത്ര്യം, അതായത് അസോസിയേഷൻസ് ഒക്കെ ഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. 4 സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിലെ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അടുത്ത സ്ഥിരവാസത്തിനുള്ള സ്വാതന്ത്ര്യം, അതായത് എവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ 6ാമത്തത് തൊഴിൽ വ്യാപാര സ്വാതന്ത്ര്യം, ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6 സ്വാതന്ത്ര്യങ്ങളാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ളത്. പഠിച്ചു വെച്ചോളൂ. 1 അഭിപ്രായ സ്വാതന്ത്ര്യം, 1 സംഘം ചേരാനുള്ള സ്വാതന്ത്ര്യം, 3 സംഘടന സ്വാതന്ത്ര്യം, 4 സഞ്ചാര സ്വാതന്ത്ര്യം, 5 സ്ഥിരവാസത്തിനുള്ള സ്വാതന്ത്ര്യം, 6 തൊഴിൽ വ്യാപാര സ്വാതന്ത്ര്യം. ഇത്രയും പോയിന്റ്സാണ് നമുക്ക് ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പാഠ്യപദ്ധതിയിൽ പ്രതിഫലിക്കേണ്ട മേഖലകൾ ഏതെല്ലാമാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് പാഠ്യപദ്ധതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ എന്ന് പറയുന്നത് തുല്യനീതി അവസരം ഉണ്ടായിരിക്കണം, മികവുറ്റ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കണം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സംവരണം ഉണ്ടായിരിക്കണം, സാഹോദര്യം, അതുപോലെ തന്നെ ശിശു കേന്ദ്രീകൃതമാകണം. പാഠ്യപദ്ധതി കുട്ടികളുടെ വളർച്ച, കുട്ടികളുടെ മികവ് എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയതായിരിക്കണം. എല്ലാവർക്കും തുല്യ അവസരം നൽകുന്നതായിരിക്കണം. ഭിന്നശേഷിക്കാർക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം, ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠ്യപദ്ധതി ആയിരിക്കണം. മികവുറ്റ വിദ്യാഭ്യാസം. ഇപ്പോൾ നമ്മൾ കുറേ പഠിച്ചു, പക്ഷെ നമുക്കൊന്നും ജോലിയില്ല, ഒരു ഗുണമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് കാര്യമുണ്ട്. അപ്പോൾ അതെന്തിൻ്റെ മോശമാണ്? ആ പാഠ്യപദ്ധതി മോശമാവുകൊണ്ടാണ് നമുക്ക് അങ്ങനെയായത്. അപ്പോൾ പാഠ്യപദ്ധതി മികവുള്ളതായിരിക്കണം. അത് പഠിച്ചാൽ കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്നതായിരിക്കണം ഒരു പാഠ്യപദ്ധതി. പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് സംവരണം നൽകാൻ സാധിക്കുന്നതായിരിക്കണം. സാഹോദര്യത്തിന് ഊന്നിയതായിരിക്കണം. പഠിതാവിൻ്റെ കേന്ദ്രീകൃതം, ശിശു കേന്ദ്രീകൃതമായിരിക്കണം. കുട്ടികളുടെ വികാസം ഊന്നിയിട്ടുള്ള പാഠ്യപദ്ധതിയാണ് നമുക്ക് വേണ്ടത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പാഠ്യപദ്ധതി സമീപനങ്ങൾ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പാഠ്യപദ്ധതി സമീപനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഉദ്ഗ്രഥിതം അല്ലെങ്കിൽ വിഷയബന്ധിത രീതി. ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ എന്താ? പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവം അവതരിപ്പിക്കുന്നു. ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സബ്ജക്റ്റ് സയൻസ്, സോഷ്യൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റുകളില്ലേ, അങ്ങനെ വിഷയങ്ങളായി തിരിക്കാതെ ഉള്ളടക്കത്തെ നമ്മൾ വിഷയങ്ങളല്ലാതെ ഒറ്റയ്ക്ക് സമഗ്രമായി പഠിപ്പിക്കുന്നത്. ഇത് എവിടെയാണ് നടക്കുന്നത്? 1ാം ക്ലാസ്സിൻ്റെയും 2ാം ക്ലാസ്സിൻ്റെയൊക്കെ പാഠപുസ്തകം നോക്കിയാൽ മതി. അവർക്ക് മാത്സ് അല്ലെങ്കിൽ കണക്ക്, മലയാളം, സയൻസ്, പരിസര പഠനം അങ്ങനെയൊന്നും വേർതിരിച്ചിട്ടില്ല. അവരുടെ ഒരു ബുക്കിലാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു വിഷയങ്ങളായിട്ട് തിരിക്കാതെ ഉള്ളതാണ് ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ. 1-2 ക്ലാസ്സുകളെ, പ്രൈമറി കുഞ്ഞു ക്ലാസ്സുകളിലെ ഇത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ വിഷയബന്ധിത രീതി എന്ന് പറയുന്നത് എന്താ? പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയമായി അവതരിപ്പിക്കുന്നുണ്ട്. സയൻസ്, സോഷ്യൽ, കണക്ക്, അങ്ങനെ വിവിധ വിഷയങ്ങളായി തിരിച്ച് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിന് എന്താണ്? അതിനെയാണ് വിഷയബന്ധിത രീതി എന്ന് പറയുക. അപ്പോൾ ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച്, വിഷയബന്ധിതം എന്ന് പറഞ്ഞാൽ ഓരോ വിഷയമാക്കി തിരിച്ചുള്ള പഠനം. അടുത്തത് ചാക്രികവും രേഖീയവും. ചാക്രികം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയം ദൃഢപ്പെടാനായി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഒരാശയത്തെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്ന രീതിയാണ് ചാക്രികം. രേഖീയം എന്ന് പറഞ്ഞാൽ ഒരാശയം പൂർണ്ണമായി പഠിച്ചതിന് ശേഷം വേറൊന്ന് അവതരിപ്പിക്കുന്നു. അപ്പോൾ ചാക്രികവും രേഖീയവും രണ്ടാണ്. രേഖീയം എന്ന് പറഞ്ഞാൽ ഒരാശയം പഠിപ്പിക്കും, അത് കഴിഞ്ഞാൽ ആ ആശയത്തെക്കുറിച്ച് മുഴുവനായി പഠിച്ചതിന് ശേഷം വേറൊരാശയത്തിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ ചാക്രികം എന്ന് പറഞ്ഞാൽ ഒരാശയം കുട്ടികളിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒന്ന് പറഞ്ഞു കൊടുക്കും,
പിന്നെ വിവിധ സന്ദർഭങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ച് ഈ സന്ദർഭങ്ങളിലൂടെ ആശയത്തെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒറ്റ അടിക്ക് ഇങ്ങോട്ട് ഒരു ആശയം പറഞ്ഞിട്ട് തീർത്തിട്ട് അടുത്ത ആശയത്തിലേക്ക് പോകാതെ ഈ ഒരു ആശയത്തെ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനാണ് ചാക്രികം എന്ന് പറയുന്നത്. ഒരാശയം പൂർണ്ണമായി പഠിച്ചതിന് ശേഷമല്ല അടുത്തൊരാശയം ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തതാണ് ശിശു കേന്ദ്രീകൃതം, അധ്യാപക കേന്ദ്രീകൃതം. ശിശു കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ കുട്ടിക്കാണ് പ്രാധാന്യം, പ്രായം, താല്പര്യം അതിനനുസരിച്ചിട്ടുള്ള പാഠ്യപദ്ധതിയാണ്. അധ്യാപക കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പാഠ്യപദ്ധതി അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു. അപ്പോൾ അധ്യാപകനായിരുന്നു കൂടുതൽ പ്രാധാന്യം. എന്നാൽ ഇന്നത്തെ പാഠ്യപദ്ധതി ശിശു കേന്ദ്രീകൃതം. എന്താണ്? കുട്ടികളുടെ താല്പര്യം. ഇപ്പോഴത്തെ പാഠപുസ്തകം കണ്ടില്ലേ, നല്ല കളർഫുള്ളാണ് അല്ലേ? എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? കുട്ടികളുടെ താല്പര്യം, പ്രായം അതിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ശിശു കേന്ദ്രീകൃതമാണ് ഇപ്പോഴത്തെ പാഠ്യപദ്ധതി. അടുത്തത് ഉൽപ്പന്നാധിഷ്ഠിതം ഉണ്ട്, പ്രക്രിയാധിഷ്ഠിതം. ഉൽപ്പന്നാധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ പഠനത്തെ ഒരു പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നമായിട്ടാണ് കാണുന്നത്. അതായത് എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, അവസാനം ഉത്തരം കിട്ടിയാൽ മതി. ഒരു പ്രശ്നം പരിഹരിച്ചോ എന്ന് മാത്രം. ഇപ്പം നമ്മൾ കണക്കിലെ ഒരു ചോദ്യം ചെയ്യുകയാണ്, അതിൻ്റെ ഉത്തരം കിട്ടിയോ എന്ന് മാത്രം നോക്കിയിട്ട് മാർക്ക് ഇടുന്നത് എന്താണ്? ഉൽപ്പന്നാധിഷ്ഠിതമാണ്. പ്രക്രിയാധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതായത് എങ്ങനെയാണ് പരിഹരിച്ചതെന്നും ഉത്തരം കിട്ടിയെന്ന് മാത്രമല്ല, അത് കിട്ടിയ രീതി എങ്ങനെയാണ്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അതിൽ അവസാനത്തെ ഉത്തരം മാത്രം നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് മാത്രം നോക്കിയിട്ട് കുട്ടിയെ വിലയിരുത്താൻ പറ്റില്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറയുന്നതാണ് പ്രക്രിയാധിഷ്ഠിതം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഉദ്ഗ്രഥിതം, വിഷയബന്ധിത രീതി, ശിശു കേന്ദ്രീകൃതം, അധ്യാപക കേന്ദ്രീകൃതം, രേഖീയം, ചാക്രികം, അതുപോലെ തന്നെ പ്രക്രിയാധിഷ്ഠിതം, ഉൽപ്പന്നാധിഷ്ഠിതം. ഇതൊക്കെയാണ് സമീപനങ്ങൾ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് പാഠ്യപദ്ധതിയും അധ്യാപകരും. ജനാധിപത്യ ക്ലാസ് റൂമിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു. എല്ലാവർക്കും തുല്യനീതിയുള്ള, സ്വാതന്ത്ര്യമുള്ള ക്ലാസ് റൂമാണ് ജനാധിപത്യ ക്ലാസ് റൂം. അപ്പോൾ ഒരു ക്ലാസ് റൂം ജനാധിപത്യ ക്ലാസ് റൂം ആണോ എന്ന് കണ്ടെത്താൻ നമുക്ക് 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്തൊക്കെ? അവിടെ സ്വാതന്ത്ര്യമുണ്ടോ, നീതിയുണ്ടോ, സമത്വമുണ്ടോ? ഈ 3 കാര്യങ്ങൾ ഒരു ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, തുല്യനീതി എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്, എല്ലാവരും ഈക്വലാണ്, സമത്വമുണ്ട് എങ്കിൽ നമുക്ക് ആ ക്ലാസ് റൂമിന് എന്ത് പറയാം? ജനാധിപത്യ ക്ലാസ് റൂം. അപ്പോൾ ജനാധിപത്യ ക്ലാസ് റൂമിൻ്റെ സവിശേഷതകൾ: സ്വാതന്ത്ര്യം, നീതി, സമത്വം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അധ്യാപന നൈപുണികളെ കുറിച്ചിട്ടാണ്. അത് കുറേ തരത്തിലുണ്ട്. വൈജ്ഞാനിക തലം, അതുപോലെ സാമൂഹ്യ തലം, ഭൗതിക തലം. വൈജ്ഞാനിക തലം എന്ന് പറയുമ്പോൾ പാഠ്യപദ്ധതി ഉള്ളടക്കത്തെക്കുറിച്ച് കൃത്യമായ അറിവ് അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകന് വേണം. പഠിപ്പിക്കേണ്ടത് എന്താണ്, എന്തിനാണ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് അധ്യാപകന് മനസ്സിലായാലേ ഉള്ളൂ കുട്ടികളിലേക്ക് അത് കൃത്യമായിട്ട് എത്തുക. അതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് വൈജ്ഞാനിക തലത്തിൽ വരുന്നതാണ്. പഠനാനുഭവങ്ങൾ തയ്യാറാക്കൽ, പഠന സാമഗ്രി തയ്യാറാക്കലൊക്കെ വൈജ്ഞാനിക തലം. അധ്യാപികയുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. പാഠ്യപദ്ധതിയുടെ കാര്യങ്ങൾ, കണ്ടൻറ്റ് നന്നായിട്ട് അറിയണം. അതുപോലെ ക്ലാസ് റൂം നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയണം. കുട്ടികളിലേക്ക് ഏത് തരത്തിൽ പഠിപ്പിച്ചാലാണ് കുട്ടികളിലേക്ക് എത്തുക, അവർക്ക് വേണ്ട പഠനാനുഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കണം. പഠന സാമഗ്രികൾ TLMകൾ തയ്യാറാക്കാൻ സാധിക്കണം. അടുത്തതാണ് സാമൂഹ്യ തലത്തിൽ ഏതൊക്കെയാണ് അധ്യാപന നൈപുണികൾ? വിവേചനരഹിതമായ ഇടപെടൽ, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കഴിവ് അല്ലേ, വിവേചനങ്ങളൊന്നും പാടില്ല. അടുത്ത സാമൂഹ്യ തലത്തിലുള്ള നൈപുണ്യം എന്ന് പറയുന്നത് കുട്ടികളിലേക്ക് മൂല്യങ്ങൾ വളർത്താൻ സാധിക്കുന്ന അധ്യാപകരാവണം. അതുപോലെ തന്നെ എന്താ, ജനാധിപത്യ ക്ലാസ് റൂം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ഇനി അടുത്തത് ഭൗതിക തലം എന്ന് പറഞ്ഞാൽ എന്താ, വൃത്തിയുള്ള പഠനത്തിനനുയോജ്യമായ അന്തരീക്ഷം തയ്യാറാക്കേണ്ടത് അധ്യാപികയുടെ ഒരു അധ്യാപന നൈപുണി തന്നെയാണ്. അടുത്തതായി പറയുന്നത് അധ്യാപകരുടെ ഗുണവിശേഷങ്ങൾ എന്തെല്ലാമാണ്? മികച്ചൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം, ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം ചെയ്യാൻ സാധിക്കണം. അധ്യാപകയ്ക്ക് നല്ല അറിവുണ്ട്, പക്ഷെ അത് കുട്ടികളിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല ടീച്ചറാവാൻ കഴിയുമോ? ഇല്ല. അപ്പം മികച്ച രീതിയിൽ ആശയവിനിമയം ചെയ്യാൻ കഴിയണം, കുട്ടികളുടെ ശ്രദ്ധയാകർഷിക്കാൻ കഴിയണം, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ് എന്നിവ ഉണ്ടായിരിക്കണം, പാഠ്യപദ്ധതിയെക്കുറിച്ച് ആഴത്തിൽ ധാരണ ഉണ്ടായിരിക്കണം, പാഠ്യ വിഷയത്തിൽ ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം, കണ്ടൻറ്റ് അറിഞ്ഞിരിക്കണം.
അതുപോലെ തന്നെ അധ്യാപനത്തോട് ഇഷ്ടമുള്ളവരായിരിക്കണം, താല്പര്യമുള്ളവരായിരിക്കണം. ബോധനശാസ്ത്രപരമായ കഴിവ് വേണം. എങ്ങനെ ഈ കണ്ടന്റ് കുട്ടികളിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കാം, എങ്ങനെ എല്ലാവരെയും ഈ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ ചിന്തിക്കുന്ന ബോധനശാസ്ത്രപരമായ കഴിവാണ്. പെഡഗോജി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ അതായത് ആസൂത്രണം, മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യാനുള്ള കഴിവ്, വിഭവങ്ങൾ കണ്ടെത്തൽ, അതുപോലെ ക്ലാസ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, ഇതെല്ലാം എന്ത് വേണം, ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന് വേണ്ട ഗുണവിശേഷങ്ങളാണ്. അടുത്തതായി പറയാൻ പോകുന്നത് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചേഴ്സ്. എല്ലാ ജോലിക്കും എല്ലാത്തിനും അതിൻ്റേതായ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ടീച്ചർ എന്ന രീതിയിൽ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്? തൊഴിൽപരമായി അധ്യാപിക അല്ലെങ്കിൽ ടീച്ചർ എന്ന രീതിയിൽ പാലിക്കേണ്ട നിയമസംഹിത എന്താണ്? 1. വിദ്യാർത്ഥികളോടുള്ള ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമുണ്ട്, രക്ഷകർത്താക്കളോടുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വിദ്യാർത്ഥികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ. സ്നേഹവാത്സല്യത്തോടെ പെരുമാറാൻ സാധിക്കണം. ജാതി, മതം, വർണ്ണം, സാമ്പത്തിക നില, ലിംഗം, ജന്മസ്ഥലം എന്നിവ നോക്കാതെ വിവേചനരഹിതമായി പെരുമാറണം. വിദ്യാർത്ഥിയുടെ ശാരീരികവും ഭൗതികവും വൈകാരികവും സാമൂഹികവും ആത്മീയവുമായ വികാസത്തിന് അന്തരീക്ഷമൊരുക്കണം. കുട്ടികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അധ്യാപന രീതി പരിഷ്കരിക്കണം. കുട്ടികൾ നൽകുന്ന വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം. ലൈംഗിക ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കണം. അപ്പോൾ വിദ്യാർത്ഥികളോടുള്ള ഉത്തരവാദിത്തം എന്താ? അവരോട് സ്നേഹത്തോടെ പെരുമാറണം, വാത്സല്യത്തോടെ പെരുമാറണം, ഒരു വിവേചനവും പാടില്ല. അവരുടെ എല്ലാ വികാസത്തിനും ഒപ്പം കൂടെ ഉണ്ടായിരിക്കണം, സഹായിക്കണം. അതുപോലെ തന്നെ അവരുടെ വിവരങ്ങളൊക്കെ രഹസ്യമായി സൂക്ഷിക്കണം. ലൈംഗിക ചൂഷണം അതുപോലെയുള്ള മറ്റു ചൂഷണങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കണം. അടുത്തത് രക്ഷിതാക്കളോടുള്ള അതുപോലെ തന്നെ സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ. മാതാപിതാക്കളോടും രക്ഷകർത്താക്കളോടും വിനയപൂർവ്വമുള്ള ബന്ധം സ്ഥാപിക്കണം. കുട്ടികളുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാകണം. അപ്പോൾ ഇതൊക്കെയാണ് രക്ഷിതാക്കളോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തം. എന്താണ്? മാതാപിതാക്കൾ, രക്ഷിതാക്കൾ അവരെയൊക്കെ വിനയപൂർവ്വം ഉള്ള ബന്ധം സ്ഥാപിക്കണം. അവരുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവർത്തികളിലൊന്നും ചെയ്യരുത്. വിവേചനമൊന്നും പാടില്ല. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനം ഉണ്ടായിരിക്കണം. അടുത്തത് അധ്യാപനം എന്ന തൊഴിലിനോടും സഹപ്രവർത്തകരോടുമുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ 3 ഉത്തരവാദിത്തം നമ്മൾ പറഞ്ഞു. 1 കുട്ടികളോടുള്ള ഉത്തരവാദിത്തം, 2 രക്ഷിതാക്കളോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തം, അടുത്തത് അധ്യാപനം എന്ന തൊഴിലിനോടും സഹപ്രവർത്തകരോടുമുള്ള ഉത്തരവാദിത്തം. അതിൽ പറയുന്നത് ഏതൊക്കെയാ? തൊഴിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് നിരന്തരം പ്രയത്നിക്കുന്നു. 2 സഹപ്രവർത്തകരോട് അന്തസ്സോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നു. സ്വകാര്യ ട്യൂഷൻ അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കരുത്. സഹപ്രവർത്തകർക്കെതിരെയും ഉന്നതാധികാരികൾക്കെതിരെയും അനാവശ്യ ആരോപണം ഉന്നയിക്കരുത്. സഹപ്രവർത്തകരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത്. അപ്പോൾ അധ്യാപനം എന്ന തൊഴിലിനോട് സഹപ്രവർത്തകരോടുള്ള ഉത്തരവാദിത്തത്തിൽ പറയുന്നത് അവനവൻ്റെ കഴിവ് അധ്യാപനം മികച്ചതാക്കാൻ പ്രയത്നിക്കണം. സഹപ്രവർത്തകരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണം. അതുപോലെ സഹപ്രവർത്തകരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത്. അതൊക്കെയാണ് ഈ ഉത്തരവാദിത്തത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ 3 ഉത്തരവാദിത്തങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മളുടെ 2ാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ 3ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. 3ാമത്തെ യൂണിറ്റ് പഠന രീതികളും പഠനതന്ത്രങ്ങളും. ഇതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പഠനശൈലി. പഠനശൈലി ഓരോരോ കുട്ടികൾക്കും ഓരോന്നായിരിക്കും. ഓരോ കുട്ടിയും വ്യത്യസ്ത രീതിയിലാണ് പഠിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പഠനശൈലി നമുക്ക് പറയാം. 1 കണ്ടുപഠിക്കൽ, 1 കേട്ട് പഠിക്കുന്നവർ, 3 പ്രവർത്തിച്ച് പഠിക്കുന്നവർ. കണ്ടുപഠിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വൽ ലേണേഴ്സ്. കണ്ടാണ് അവർ പഠിക്കുക. ഉദാഹരണം ഗ്രാഫ്, വീഡിയോ അതൊക്കെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. അടുത്തത് കേട്ട് പഠിക്കുന്നവർ, ഓഡിറ്ററി ലേണേഴ്സ്. അതായത് കേട്ട് പഠിക്കുന്നവരാണ് അവർ. അധ്യാപകരൊക്കെ അല്ലെങ്കിൽ ഓഡിയോസൊക്കെ കേട്ട് പഠിക്കുന്നവരാണ് കേട്ട് പഠിക്കുന്നവർ. അടുത്ത പ്രവർത്തിച്ച് പഠിക്കുന്നവർ എന്ന് പറയുന്നത് കൈനസ്തെറ്റിക് ലേണേഴ്സ്. അതായത് അവർ ലാബോറട്ടറികളിലോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് പഠനം നടക്കുന്നത്. അപ്പോൾ പഠനശൈലിയുമായി ബന്ധപ്പെട്ട് 3 പഠനശൈലിയാണുള്ളത്. കണ്ടുപഠിക്കൽ, കേട്ടുപഠിക്കൽ, പ്രവർത്തിച്ചു പഠിക്കൽ. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക.
അടുത്തതായി പറയാനുള്ളത് പഠന വേഗതയെ കുറിച്ചിട്ടാണ്. ഓരോ കുട്ടിക്കും ഒരാശയം സ്വാംശീകരിക്കാൻ ആവശ്യമായ സമയമാണ് പഠന വേഗതയെ നിർണ്ണയിക്കുന്നത്. അതായത് ഒരു കുട്ടി, എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ ഒരേ സ്പീഡിൽ പഠിക്കുമോ? ഇല്ല. ഓരോ കുട്ടികളിലേക്കും ഒരാശയം എത്താൻ ചില കുട്ടികൾക്ക് വേഗം പഠിക്കാൻ സാധിക്കും, ചില കുട്ടികൾക്ക് ഒരാശയം എത്തിക്കാൻ കുറേ സമയമെടുക്കും. അപ്പോൾ ഓരോ കുട്ടിക്കും ഒരാശയം സ്വാംശീകരിക്കാൻ ആവശ്യമായ സമയമാണ് പഠന വേഗതയെ നിർണ്ണയിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കി വെച്ചോളൂ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പഠന രീതികളെ കുറിച്ചിട്ടാണ്. കുറേ രീതികളുണ്ട്. ശിശു കേന്ദ്രീകൃത രീതിയുണ്ട്, അതുപോലെ തന്നെ അധ്യാപക കേന്ദ്രീകൃത രീതിയുണ്ട്. അപ്പോൾ പഠന രീതികളെക്കുറിച്ച് ചിലപ്പോൾ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ശിശു കേന്ദ്രീകൃത രീതിയിൽ വരുന്നതാണ് അന്വേഷണാത്മക രീതി, പ്രശ്നപരിഹരണ രീതി, അപഗ്രഥന രീതി, പ്രൊജക്റ്റ്, കളി രീതി. അധ്യാപക കേന്ദ്രിത രീതിയിൽ വരുന്നത് ആഗമന നിഗമന രീതി, അതുപോലെ തന്നെ പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി. അപ്പോൾ ആദ്യം നമുക്ക് അന്വേഷണാത്മക രീതി, ഈ രീതികളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ ആദ്യം നമുക്ക് അന്വേഷണാത്മക രീതിയെക്കുറിച്ച് പഠിക്കാം. അന്വേഷണാത്മക രീതി എന്ന് പറഞ്ഞാൽ ഹ്യൂറിസ്റ്റിക് രീതി എന്നും പറയും, അല്ലെങ്കിൽ കണ്ടെത്തൽ രീതി എന്നൊക്കെ പറയുന്നത് അന്വേഷണാത്മക രീതി തന്നെയാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ്. ചിലപ്പോൾ ചോദിക്കാം, 1 മാർക്കിനൊക്കെ ചോദിക്കാം, ഹ്യൂറിസ്റ്റിക് രീതി അല്ലെങ്കിൽ കണ്ടെത്തൽ രീതി, അന്വേഷണാത്മക രീതി. ഹ്യൂറിസ്റ്റിക് രീതിൻ്റെ ഒക്കെ ഉപജ്ഞാതാവ് ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ്. അനുഭവത്തിലൂടെ പഠനം, അതാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. പ്രശ്നപരിഹരണം നടത്തുക, ഒരു പ്രശ്നം ഉണ്ടാവും, അത് അന്വേഷിച്ച് കുട്ടികൾ സ്വയം കണ്ടെത്തുന്നു. അപ്പോൾ അവർക്ക് എന്താണ്, ഇത് കണ്ടെത്തുന്നതിലൂടെ ആനന്ദം ലഭിക്കും. അപ്പോൾ അന്വേഷണാത്മകം എന്ന് പറയുമ്പോൾ ശിശു കേന്ദ്രീകൃതമാണ് അല്ലേ. കുട്ടികൾ സ്വയം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ കണ്ടെത്താനുള്ളത് സ്വയം കണ്ടെത്തി അനുഭവങ്ങളിലൂടെയുള്ള പഠനമാണ് അന്വേഷണാത്മക പഠനം. അടുത്തത് പ്രശ്നപരിഹരണം. അടുത്ത രീതിയാണ് പ്രശ്നപരിഹരണം. ഇതിലുള്ള ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നം നിർണ്ണയിക്കൽ, പ്രശ്നകാരണം കണ്ടെത്തൽ, പരിഹാരം നിർദ്ദേശിക്കൽ, യോജിച്ച പരിഹാരമാർഗം കണ്ടെത്തൽ, ഫലപ്രാപ്തി വിലയിരുത്തൽ. പ്രശ്നപരിഹരണം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും കുട്ടികളുടെ മുന്നിൽ. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് സ്വയം മനസ്സിലാക്കും. പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് അവർ കണ്ടെത്താൻ ശ്രമിക്കും. അതിനുള്ള പരിഹാര മാർഗങ്ങൾ അവർ സ്വയം കണ്ടെത്തും. അതിലേറ്റവും യോജിച്ച പരിഹാര മാർഗം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം പരിഹാര മാർഗം ശരിയായോ എന്ന് സ്വയം വിലയിരുത്തും. ഇതാണ് പ്രശ്നപരിഹരണ രീതി. പ്രശ്നപരിഹരണ രീതിയിൽ അധ്യാപകൻ്റെ റോൾ എന്താണ്? അധ്യാപിക സഹായിക്കണം, അതുപോലെ തന്നെ അവസരങ്ങൾ ഒരുക്കണം. ഇതിനൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, അതിനൊക്കെ അവസരം ഒരുക്കുക, അതുപോലെ തന്നെ സഹായവും അധ്യാപിക നൽകണം. അടുത്ത ശിശു കേന്ദ്രീകൃത രീതിയാണ് അപഗ്രഥന രീതി. അപഗ്രഥനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രശ്നത്തെ ഉപപ്രശ്നങ്ങളാക്കി പരിഹാരം കാണുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവും, അതിനെ നമ്മൾ കീറി മുറിച്ചിട്ട് ഓരോ ഉപപ്രശ്നങ്ങളാക്കുന്നു. ആ ഉപപ്രശ്നങ്ങളെ പരിഹാരം കണ്ടെത്തി നമ്മൾ ആ വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു. അങ്ങനെയുള്ള രീതിയാണ് അപഗ്രഥന രീതി. അടുത്ത രീതി പ്രൊജക്റ്റ് രീതിയാണ്. പ്രൊജക്റ്റ് രീതി എല്ലാവർക്കും അറിയണതായിരിക്കും. അത് ഗ്രൂപ്പായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ടും നമുക്ക് ചെയ്യാം. പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചിലപ്പോൾ ചോദ്യം വരാം. അപ്പോൾ നമുക്ക് നോക്കാം. സവിശേഷതകൾ: പ്രശ്നാധിഷ്ഠിതമാണ്. നമുക്കറിയാം, ഒരു ചോദ്യം, ഒരു പ്രോബ്ലം ഉണ്ടാവും, അതിൻ്റെ ഉത്തരമൊക്കെ ആയിരിക്കും നമ്മൾ പ്രൊജക്റ്റിലൂടെ കണ്ടെത്തുന്നത്. അപ്പോൾ പ്രശ്നാധിഷ്ഠിതമാണ്. ഉദ്ദേശാധിഷ്ഠിതം, ഒരു ഉദ്ദേശം നമുക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രവർത്തനാധിഷ്ഠിതം, ഒരു പ്രക്രിയ നമ്മൾ കണ്ടെത്തുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സർവേ നടത്തി, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയാണ് നമ്മൾ അതിൻ്റെ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ, പരിഹാരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താ? പ്രവർത്തനാധിഷ്ഠിതമാണ്. യാഥാർത്ഥ്യം, റിയലിസ്റ്റിക് ആണ്. ശരിയായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു കാര്യമാണ് ഉപയോഗക്ഷമത. ആർക്കും യൂസ്ഫുൾ അല്ലാത്ത, ഉപയോഗമില്ലാത്ത ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യില്ല. ഒരു ഉപയോഗം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക്, സമൂഹത്തിന് ഉപയോഗമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ സവിശേഷത: പ്രശ്നാധിഷ്ഠിതം, ഉദ്ദേശാധിഷ്ഠിതം, പ്രവർത്തനാധിഷ്ഠിതം, യാഥാർത്ഥ്യം, സ്വാതന്ത്ര്യം, ഉപയോഗക്ഷമത. അടുത്തത് ഇതിൻ്റെ മികവ് എന്താണ്?
സമ്പൂർണ്ണ പങ്കാളിത്തം, കുട്ടികൾ എല്ലാവരും പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, പങ്കാളിത്തം കൂടുതലായിരിക്കും. അതുപോലെ പഠിതാക്കളുടെ സമഗ്ര വ്യക്തിവികാസത്തിന് സഹായിക്കുന്നതാണ്. പൂർണ്ണ സ്വാതന്ത്ര്യം കുട്ടികളിലേക്ക് ലഭിക്കും. സഹകരണം, ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ സഹകരണം, സംഘപ്രവർത്തനത്തിനൊക്കെ കുട്ടികളിലേക്ക്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് താല്പര്യം കൂടുന്നു. ഇതൊക്കെ ഇതിൻ്റെ മികവുകളാണ്. പക്ഷെ എന്താണ്, കുറേ സമയം എടുക്കും അല്ലേ? ഇതൊക്കെ പ്രൊജക്റ്റ് ഒന്ന് ചെയ്ത് തീർക്കാൻ സമയം കൂടുതൽ ആവശ്യമാണ്. അടുത്ത രീതി എന്ന് പറഞ്ഞാൽ അധ്യാപന രീതിയാണ്. അധ്യാപന കേന്ദ്രീകൃത രീതി. അതിൽ വരുന്നത് ആദ്യം ആഗമന നിഗമന രീതി. ചിലപ്പോൾ ആഗമന രീതി, നിഗമന രീതി ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മളോട് ചോദിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആഗമന നിഗമന രീതി. ആഗമന രീതി എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് മെത്തേഡ്, നിഗമന രീതി എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് മെത്തേഡ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആഗമന രീതി. ആഗമന രീതി എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിൽ നിന്ന് തത്വത്തിലേക്ക് എന്ന രീതിയാണ്. അതായത് തത്ത, കാക്ക, കുയിൽ എന്നിവയുടെ ഉദാഹരണം കുട്ടികളിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇവയുടെ സവിശേഷത എന്താണെന്ന് കുട്ടികളോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവരെന്ത് പറയും? ഇവർക്ക് ഇതെല്ലാം പക്ഷിയാണെന്ന്, അല്ലെങ്കിൽ പറക്കാൻ കഴിയുന്നതാണ്, ഇവരെല്ലാം പക്ഷിയാണെന്ന് കുട്ടികൾ സ്വയം കണ്ടെത്തുന്നു. നിഗമന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറക്കാൻ കഴിയുന്നവയാണ് പക്ഷികൾ, അതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാക്ക, തത്ത, കുയിൽ എന്നിങ്ങനെ നൽകുന്നതാണ്. നിഗമനം, ആഗമനം. ആഗമനം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിൽ നിന്ന് തത്വത്തിലേക്ക്, നിഗമനം എന്ന് പറഞ്ഞാൽ തത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലേക്ക്. അതായത് പറക്കാൻ കഴിവുള്ളവയാണ് പക്ഷികൾ എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഉദാഹരണം കാക്ക, കുയിൽ എന്ന് പറയുന്നത് ഏതാണ്? നിഗമന രീതി. എന്നാൽ കാക്ക, കുയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഉദാഹരണം കൊടുത്തിട്ട് ഇവയുടെ പ്രത്യേകത എന്താണ്, ഇവിടെ പ്രത്യേകത എന്താണ്, സവിശേഷത എന്താണെന്ന് ചോദിച്ചിട്ട് അവസാനം തത്വത്തിലേക്ക്, അതായത് ഇവയെല്ലാം പക്ഷികളാണ് എന്ന് കണ്ടെത്തുന്നത് ആഗമന രീതി. അപ്പം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആഗമന രീതി, നിഗമന രീതി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം അതിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ഒന്ന് നോക്കാം. ആഗമന രീതി എന്ന് പറയുന്നത് ശിശു കേന്ദ്രീകൃത രീതിയാണ്. നിഗമന രീതി അധ്യാപക കേന്ദ്രീകൃത രീതിയാണ്. സ്വാശ്രയശീലം വളർത്തുന്നത് ആഗമന രീതി. ആഗമന രീതി എന്താണ്? ഒറ്റയ്ക്ക് സ്വയം കണ്ടെത്താൻ സ്വാശ്രയശീലം വളർത്തുന്നു. ആശ്രിതത്വമാണ് എന്ത് വളർത്തുന്നത്? നിഗമന രീതി ആശ്രിതത്വം വളർത്തുന്നു. ആഗമന രീതിക്ക് കൂടുതൽ സമയം വേണം, എന്നാൽ കുറഞ്ഞ സമയം മതി നിഗമന രീതിക്ക്. ഒന്നുകൂടി ഈ പോയിന്റ്സ് പറയാം. ആഗമന രീതിയിൽ വരുന്നത് ശിശു കേന്ദ്രീകൃതം, സ്വാശ്രയശീലം വളർത്തുന്നു, കൂടുതൽ സമയം ആവശ്യമാണ്. നിഗമന രീതിയിൽ പറയാനുള്ളത് അധ്യാപക കേന്ദ്രീകൃതമാണ്, ആശ്രിതത്വം വളർത്തുന്നു, കുറവ് സമയം മതി. അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ കൂടി എഴുതാം. ഒന്ന്, ആഗമന രീതിക്ക് താഴെ ഉദാഹരണത്തിൽ നിന്ന് തത്വത്തിലേക്ക്, മറ്റ് തത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലേക്ക്. ഇതും കൂടി എഴുതിയാൽ നമുക്ക് പോയിന്റ്സിൽ മാർക്ക് കിട്ടും. അടുത്ത അധ്യാപന രീതിയാണ് പ്രഭാഷണ രീതി. എന്താണ്? പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ പ്രഭാഷണ രീതിയാണ്. അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ കേട്ട് പഠിക്കുന്നു. ഇത് പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ ഇതേ നടക്കുന്നുള്ളൂ അല്ലേ? അല്ലാതെ ഇപ്പോൾ നമ്മൾ റിവിഷൻ നടത്തുകയാണ് ഇവിടെ. അപ്പോൾ റിവിഷൻ നടത്തുമ്പോഴൊക്കെ നമുക്ക് ഏതാണ് നല്ലത്? പ്രഭാഷണ രീതിയാണ് നല്ലത്. ചില സമയത്ത് പ്രഭാഷണ രീതി മികച്ചതാണ്. കുട്ടികളിൽ താല്പര്യം ഉണ്ടാക്കാൻ, അതുപോലെ വ്യക്തത വരയ്ക്കാൻ, റിവൈസ് ചെയ്യാൻ, അതുപോലെ കൺക്ലൂഡ് ചെയ്യാൻ എന്നീ സമയങ്ങളിലൊക്കെ നമുക്ക് ഏതാണ് നല്ലത്? പ്രഭാഷണ രീതിയാണ്. പക്ഷെ അതിൻ്റെതായ ഡിമെറിറ്റ്സും അതിനുണ്ട് അല്ലേ? കുട്ടികൾ എന്താണ്? കുട്ടികളുടെ പങ്കാളിത്തം കുറവായിരിക്കും പ്രഭാഷണ രീതിയിൽ. പക്ഷെ ചെലവ് കുറവാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രഭാഷണ രീതി കൊണ്ട് സാധിക്കും. അതുപോലെ ലൈബ്രറി ഒന്നും വേണ്ട. നമുക്ക് സ്പീഡിൽ കണ്ടന്റ്, വേഗത കൂടുതലാണ്. അതൊക്കെയാണ് പ്രഭാഷണ രീതിയുടെ പ്രത്യേകത. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പഠനതന്ത്രങ്ങളെ കുറിച്ചിട്ടാണ്. പഠനതന്ത്രങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് നോക്കാം. പഠനതന്ത്രങ്ങൾ സംവാദാത്മക പഠനതന്ത്രങ്ങളുണ്ട്, ഗവേഷണാത്മക പഠനതന്ത്രങ്ങളുണ്ട്, സർഗാത്മക പഠനതന്ത്രങ്ങളുണ്ട്. ആദ്യത്തേതാണ് സംവാദാത്മക പഠനതന്ത്രങ്ങൾ. ഇതിൽ വരുന്നത് ചർച്ച, സംവാദം, സെമിനാറൊക്കെയാണ്. ചർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് ചർച്ച എന്ന് പറയുക. അവിടെ നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ ഒരു വിഷയത്തെക്കുറിച്ച് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതാണ് ചർച്ച. എന്നാൽ സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബേറ്റ്. അതായത് ഡിബേറ്റിനൊരു മോഡറേറ്റർ ഉണ്ടാവും. ഒരു ഗുണം പറയുന്നവരും അതിൻ്റെ നല്ല വശം പറയുന്നവരും മോശവശം പറയുന്നവരും ഉണ്ടാവും. എന്നിട്ട് എന്താണ്, അവർ അത് നല്ലതാണോ മോശമാണോ എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം മോഡറേറ്റർ അത് കൺക്ലൂഡ് ചെയ്യാണ് ചെയ്യുക. അതാണ് സംവാദം. അടുത്തൊരു സംവാദാത്മക പഠനതന്ത്രമാണ് സെമിനാർ. സെമിനാറിൽ നമുക്കൊരു ടോപ്പിക്ക് തരും. അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ്
ചെയ്യും കുട്ടികളുടെ മുന്നിൽ നിന്ന്. അതിലൊരു മോഡറേറ്റർ ഉണ്ടാവും. മോഡറേറ്റർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയും. ശേഷം ചോദ്യോത്തരത്തിനുള്ള സമയമുണ്ട്. നമ്മളുടെ കാണികളിൽ ആൾക്കാരുടെ സംശയങ്ങൾ നമുക്ക് തീർക്കാനുള്ള സമയം തരും. അതിനുശേഷം ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? സെമിനാറും അറിയാം. അടുത്ത ഗവേഷണാത്മക പഠനതന്ത്രമാണ്. ഗവേഷണാത്മക പഠനതന്ത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ്. പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അതൊരു പഠന രീതിയുമാണ്, ഒരു പഠന തന്ത്രവുമാണ് കേട്ടോ. പ്രൊജക്റ്റിൻ്റെ ഘട്ടങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രശ്നം നിർണ്ണയിക്കൽ, 2 പ്രശ്നം വിശകലനം, 3 പരികൽപ്പന രൂപീകരണം, 4 പഠനരീതി നിശ്ചയിക്കൽ, 5 ദത്തശേഖരണ ഉപാധി തയ്യാറാക്കൽ, 6 ദത്തശേഖരണ വിശകലനം, 7 നിഗമനം രൂപീകരിക്കൽ, 8 റിപ്പോർട്ട് തയ്യാറാക്കൽ. അപ്പോൾ ഈ ഘട്ടങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോളൂ. പ്രൊജക്റ്റിൻ്റെ ഘട്ടങ്ങൾ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യം നമ്മളൊരു പ്രശ്നം നിർണ്ണയിക്കും, ഒരു പ്രശ്നം കണ്ടെത്തും, അതിനെ നമ്മൾ നിർവചിക്കും, എന്താണ് പ്രശ്നം എന്ന് നമ്മൾ എഴുതും. അതിനുശേഷം പ്രശ്നം വിശകലനം, നമ്മളത് ഒന്ന് എന്താണ് ശരിയായ പ്രശ്നം എന്ന് ഒന്നുകൂടി വിശകലനം ചെയ്യും. ശേഷം നമ്മൾ അതിൻ്റെ ഉത്തരം, ഊഹാപോഹങ്ങൾ, അതിൻ്റെ കാരണം, ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എഴുതുന്നതിനെയാണ് പരികൽപ്പന രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് ഫോർമേഷൻ. അതായത് ഇപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ ഉത്തരം ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം എന്ന് നമ്മളൊന്ന് ഊഹിച്ച് പറയുന്നതിനെയാണ് പരികൽപ്പന രൂപീകരിക്കുക എന്ന് പറയുന്നത്. അടുത്തത് പഠന രീതി നിശ്ചയിക്കൽ. എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ പഠന രീതി ഏതാണെന്ന് നമ്മൾ നിശ്ചയിക്കും. അടുത്തത് ദത്തശേഖരണം, അതായത് ദത്തശേഖരണ ഉപാധി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നാണ് അടുത്തത്. അതിനുശേഷം ദത്തശേഖരണ വിശകലനം, ഈ കിട്ടിയ ഡാറ്റാസൊക്കെ നമ്മൾ സർവേ ഒക്കെ നടത്തി, അതൊക്കെയാണ് പഠന രീതി. അതിനുശേഷം ദത്തശേഖരണം ചെയ്തതിന് ശേഷം നമ്മളത് വിശകലനം ചെയ്യും. ഡാറ്റാസൊക്കെ കളക്ട് ചെയ്ത് ഇന്നതൊക്കെയാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ നിഗമനം രൂപീകരിക്കും. ഇതിൻ്റെ ശരിയായ പരിഹാരം ഇതാണെന്ന് നമ്മൾ കണ്ടെത്തും, അല്ലെങ്കിൽ അതിന് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കൽ. അപ്പോൾ അവസാനത്തെ ഘട്ടം എന്താണ്? റിപ്പോർട്ട് തയ്യാറാക്കൽ. നേരത്തെ നമ്മൾ സംവാദാത്മക പഠനതന്ത്രം, ഗവേഷണ പഠനതന്ത്രം, സർഗാത്മക പഠനതന്ത്രം എന്നൊക്കെ പറഞ്ഞില്ല, അതിലൊന്നുകൂടി ഉണ്ട് നിർമ്മാണാത്മക പഠനതന്ത്രം കേട്ടോ. അത് മറന്നതാണ്. നിർമ്മാണാത്മക പഠനതന്ത്രത്തിൽ എന്താ? നമ്മൾ നിർമ്മിക്കുക. അത് ഏതൊക്കെയാണ് വരിക അതിൽ? മാതൃക തയ്യാറാക്കൽ, പഠനോപകരണം തയ്യാറാക്കൽ, ഇതൊക്കെയാണ് നിർമ്മാണാത്മക പഠനതന്ത്രത്തിൽ വരിക. മാതൃക തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ മോഡൽ തയ്യാറാക്കുക, അതായത് സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, ഇതൊക്കെ തയ്യാറാക്കുക. അഗ്നിപർവ്വതത്തിൻ്റെ ഒക്കെ വർക്കിംഗ് മോഡലൊക്കെ തയ്യാറാക്കില്ലേ, അതൊക്കെ നിർമ്മാണാത്മക പഠനതന്ത്രത്തിന് ഉദാഹരണമാണ്. അടുത്തത് പറയാനുള്ളത് അപ്പോൾ ഈ നിർമ്മാണാത്മക പഠനതന്ത്രം എന്താ? താല്പര്യം, ശ്രദ്ധ എന്നിവയൊക്കെ കൂടുതലായിരിക്കും. പഠിക്കാൻ കുറച്ച് പിന്നോട്ടുള്ളവർ അല്ലെങ്കിൽ താല്പര്യക്കുറവുള്ളവർക്കൊക്കെ എന്താണ് മാതൃക പഠനോപകരണമൊക്കെ തയ്യാറാക്കുന്നതൊക്കെ ഇഷ്ടമുള്ള കാര്യമാവും. അപ്പോൾ താല്പര്യം, ശ്രദ്ധയൊക്കെ കൂട്ടാൻ ഇത് സഹായി തന്ത്രം ഉപകാരപ്പെടും. അടുത്തതാണ് സർഗാത്മക പഠനതന്ത്രം. ഇതിൽ വരുന്നത് റോൾ പ്ലേ, നാടകീകരണം, പാവനാടകം, സംഗീതാവിഷ്കാരം, ശില്പശാല, അതായത് ക്രിയേറ്റിവിറ്റി. സർഗാത്മകത എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിവിറ്റി വളർത്താൻ സഹായിക്കുന്ന പഠനതന്ത്രങ്ങളാണ് റോൾ പ്ലേ, നാടകീകരണമൊക്കെ. കവിതാശില്പം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഒരു കവിതയെ സംഗീതാവിഷ്കാരം, കവിതാവിഷ്കാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു കവിതയെ നാടകമാക്കുക, അത് അഭിനയിപ്പിക്കുക, അതൊക്കെ എന്താണ്? ഈ പഠനതന്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പഠനത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സമസംഘ പഠനം എന്ന് നമുക്ക് നോക്കാം. സമസംഘ പഠനം എന്താണ്? പിയർ ലേണിംഗ്. സമാന താല്പര്യമുള്ള 2 പഠിതാക്കളുടെ സംഘം പഠിക്കുന്നതിനെയാണ് സമസംഘ പഠനം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സിലെ 2 കുട്ടികൾ പരീക്ഷയുടെ തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒപ്പം ഇരുന്ന് പഠിക്കുന്നു. അതെന്താണ്? സമാന താല്പര്യം, ഒരേ താല്പര്യമാണ് അല്ലേ? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ഒരേ താല്പര്യത്തോടു കൂടി 2 പഠിതാക്കൾ ഒപ്പം പഠിക്കുന്നതിനെയാണ് സമസംഘ പഠനം എന്ന് പറയുന്നത്. എന്താണ് സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം? ഇതും ചോദിക്കാറുള്ളതാണ്. സഹകരണാത്മക പഠനം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത പഠനം എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് ലേണിംഗ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. സഹകരണാത്മക പഠനം എന്ന് പറയുമ്പോൾ പരസ്പരാശ്രയത്വം വളർത്താൻ സഹായിക്കുന്നതാണ് സഹകരണാത്മക പഠനം. വ്യത്യസ്ത നിലവാരത്തിലുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പഠിക്കുന്നു. വ്യത്യസ്ത നിലവാരക്കാരായ കുട്ടികളെ ഗ്രൂപ്പാക്കിയിട്ടാണ് സഹകരണാത്മക പഠനം നടത്തുന്നത്. സഹവർത്തിത പഠനത്തിൽ 2 അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നു. ഇതാണ് സഹവർത്തിത പഠനം. നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സഹകരണാത്മക പഠനമുണ്ട്, സഹവർത്തിത പഠനമുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ടേബിളായിട്ട് തന്നെ പഠിക്കാം.
ആദ്യം പറയാൻ പോകുന്നത് സഹകരണാത്മക പഠനം. ഇത് സ്ട്രക്ചേർഡ് ആണ്. കുട്ടികളെ സങ്കര സംഘങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. പ്രവർത്തനത്തെക്കുറിച്ച് എല്ലാവർക്കും ധാരണ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അധ്യാപകർക്കും നല്ല പങ്കാളിത്തമുണ്ട്. സഹവർത്തിത പഠനം അത്രയ്ക്ക് സ്ട്രക്ചേർഡ് അല്ല. സങ്കര സംഘം ഒരു പൊതു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയാണ്. ഇതിൽ ഓരോ കുട്ടിക്കും ഓരോ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അവനവൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമായിരിക്കും സഹവർത്തിത പഠനത്തിൽ ധാരണ ഉണ്ടാവുക. അധ്യാപകർക്ക് അത്ര ഒരു പങ്കാളിത്തം സഹവർത്തിത പഠനത്തിൽ ഉണ്ടായിരിക്കില്ല. ഒരു സഹായി എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ സഹവർത്തിത പഠനത്തിൽ അധ്യാപകൻ്റെ പങ്ക്. അപ്പോൾ അധ്യാപകയുടെ പങ്ക് കൂടുതൽ ഏതിലാണ്? സഹകരണാത്മക പഠനത്തിലാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലാസ് എടുക്കാൻ കൊടുക്കുകയാണ്. ഓരോ ഗ്രൂപ്പിലും 5 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം 5 ഗ്രൂപ്പിനും ഓരോ ടോപ്പിക്ക് കൊടുക്കുകയാണ്. അതെന്താണ്? സഹവർത്തിത പഠനമാണ്. പിന്നെ നമ്മൾ 5 ഗ്രൂപ്പിൽ നമ്മൾ ഒരു വിഷയം കൊടുത്തിട്ട് അവിടെ നടക്കണതില്ലേ, 5 കുട്ടികളും എന്താ ചെയ്യുക? ആ പോർഷൻ നന്നായി പഠിച്ചതിന് ശേഷം അതിലുള്ള ഒരാൾ അത് അവതരിപ്പിക്കുക ചെയ്യുക. അപ്പോൾ അവിടെ നടക്കുന്നത് ഒരു സഹകരണാത്മക പഠനമാണ്. ഒരു ഗ്രൂപ്പിൻ്റെ മാത്രം കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ സഹകരണാത്മക പഠനം നടക്കുക. കാരണം അതിൽ 5 പേരും ഒപ്പം ഇരുന്ന് അത് വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ പങ്ക്, എല്ലാവർക്കും എല്ലാ കാര്യത്തെക്കുറിച്ചും പരിചയമാവും. എന്നാൽ ഇത് എന്നിട്ട് ഒരു കുട്ടി എന്ത് ചെയ്യും? ഈ സഹകരണാത്മക ഗ്രൂപ്പിലെ ഒരു കുട്ടി അത് ക്ലാസ്സിൽ അവതരിപ്പിക്കും. ഇങ്ങനെ ഈ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള ഗ്രൂപ്പുകളിലെ കുട്ടികൾക്ക് കിട്ടുക. അപ്പോൾ എന്താ, എല്ലാവർക്കും എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കില്ല. ഇവരെ ഗ്രൂപ്പിലെ കാര്യങ്ങളെ അറിയുണ്ടാവുള്ളൂ, മറ്റേ ഗ്രൂപ്പിന് അവരുടെ കാര്യങ്ങളെ അറിയുന്നുണ്ടായിരിക്കും. അതാണ് സഹവർത്തിത പഠനം. മനസ്സിലായോ? സഹകരണാത്മക പഠനത്തിൽ അധ്യാപകയ്ക്ക് നല്ല പങ്കുണ്ട്, മറ്റേൽ അധ്യാപകയ്ക്ക് അത്ര പങ്കില്ല. സഹവർത്തിത പഠനത്തിൽ എന്താണ്, അവനവൻ്റെ കാര്യങ്ങൾ, അവനവന് വന്നിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീനെ കുറിച്ചും മാത്രമേ ഉള്ളൂ അറിവുണ്ടായിരിക്കുക. മറ്റേൽ എല്ലാവർക്കും എല്ലാ സാധനങ്ങളെക്കുറിച്ചും ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് എന്താണ് പഠന നൈപുണി. ആശയം മനസ്സിലാക്കാനായി വിവരം ശേഖരിക്കാനുള്ള കഴിവിനെയാണ് പഠന നൈപുണി. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ DLED പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ആശയം മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വേറൊരു രീതിയിൽ അത് വേറെ എവിടെയെങ്കിലും നെറ്റിലോ അല്ലെങ്കിൽ വേറെ വീഡിയോസിലൊക്കെ പോയി ആശയം മനസ്സിലാക്കാൻ നിങ്ങൾ വേറൊരു രീതികളിലൂടെ പോകാൻ നിങ്ങളുടെ ഒരു കഴിവില്ലേ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങളത് കണ്ടെത്തുന്നു. അതിനുള്ള നിങ്ങളെ കഴിവിനെയാണ് പഠന നൈപുണി എന്ന് പറയുന്നത്. റെഫർ ചെയ്യുക, എന്നിട്ട് അത് കുറിപ്പ് തയ്യാറാക്കുക. ഒരാശയം മനസ്സിലാക്കാനായി വിവരം ശേഖരിക്കാനുള്ള കഴിവിനെയാണ് പഠന നൈപുണി എന്ന് പറയുന്നത്. അടുത്തത് പഠനാന്തരീക്ഷം. പഠനാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ശിശു സൗഹൃദമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ക്ലാസ് റൂമുകളിൽ ഉണ്ടാക്കേണ്ടത് അല്ലേ. പഠിക്കാൻ ഉത്സാഹം, സ്വാതന്ത്ര്യം, പഠനോപകരണങ്ങൾ, ഭൗതിക സൗകര്യം ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ പഠനം സുഖമായി നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് പഠനാന്തരീക്ഷം. പഠനം നടക്കാൻ ആവശ്യമായ അന്തരീക്ഷം, അതാണ് പഠനാന്തരീക്ഷം അല്ലേ. അടുത്ത് പഠന പ്രവർത്തനങ്ങൾ. എന്താണ് പഠന പ്രവർത്തനം? പഠന നേട്ടത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളാണ് പഠന പ്രവർത്തനം. എങ്ങനെയായിരിക്കണം പഠന പ്രവർത്തനങ്ങൾ? വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കണം. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സിമ്പിളായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുത്താൽ എന്താ, ബോറടിക്കും. അപ്പോൾ അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന പഠന പ്രവർത്തനങ്ങളായിരിക്കണം നൽകുന്നത്. പക്ഷെ പ്രായത്തിനും അവർക്ക് കഴിയുന്നതുമായ പ്രവർത്തനം നൽകണം. എന്നും വന്ന് ബുദ്ധിമുട്ടുള്ള പ്രവർത്തനങ്ങൾ കൊടുത്താൽ മതിയോ? ഇല്ല. അവർക്ക് കഴിയുന്ന, അവരുടെ ഭൗതിക നിലവാരത്തിന് യോജിച്ച പ്രവർത്തനങ്ങൾ നൽകണം. വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരെയും പരിഗണിക്കുന്നു. കുറച്ച് കുട്ടികളെ മാത്രം പരിഗണിച്ച് പഠന പ്രവർത്തനം കൊടുക്കാൻ പറ്റില്ല. അതിൽ ഭിന്നശേഷിക്കാരുണ്ട്, കുറച്ച് പെട്ടെന്ന് ഉത്തരം കിട്ടാത്തവരുണ്ടായിരിക്കും. അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. അതുപോലെ തന്നെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി വളർത്താൻ സഹായിക്കുന്ന പഠന പ്രവർത്തനങ്ങൾ നൽകണം. സ്വയം പഠനത്തിനും പരസ്പര പഠനത്തിനും ഒക്കെ സഹായിക്കുന്ന പഠന പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ നൽകുന്നത്. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകണം, ഇൻഡിവിജ്വൽ പ്രവർത്തനങ്ങൾ നൽകണം. പഠന നേട്ടത്തിലേക്ക് നയിക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും നമുക്ക് പഠന പ്രവർത്തനം എന്ന് പറയാം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പഠന സാമഗ്രികൾ എന്താണെന്നാണ്. പഠന സാമഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലേ, പഠന സാമഗ്രികൾ. TLM എന്ന് പറയും, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ. ഇതിലെന്തൊക്കെ ഉൾപ്പെടും? മാതൃക ഉൾപ്പെടും, ICT, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, വീഡിയോ, ഓഡിയോ, ചിത്രം, ബ്ലാക്ക് ബോർഡ്, കളികൾ, പഠനോപകരണങ്ങൾ ഒക്കെ എന്തിൽ ഉൾപ്പെടും? പഠന സാമഗ്രികൾ. പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാമഗ്രികളെയാണ് പഠന സാമഗ്രികൾ. പുസ്തകങ്ങൾ,
കളികൾ, ചിത്രം, വീഡിയോ, മാതൃകകൾ, ചാർട്ട് ഒക്കെ പഠന സാമഗ്രികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് വിലയിരുത്തൽ. ആദ്യം തന്നെ വിലയിരുത്തലും മൂല്യനിർണ്ണയവും ഒന്നാണോ? വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ്, മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ. ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിലയിരുത്തൽ അതുപോലെ തന്നെ മൂല്യനിർണ്ണയം. പ്രവർത്തനത്തോടൊപ്പം നിരന്തരം നടത്തുന്നതാണ് വിലയിരുത്തൽ. ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞ് നടത്തുന്നതാണ് മൂല്യനിർണ്ണയം. പഠനത്തിലെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കാനാണ് വിലയിരുത്തൽ നടത്തുന്നത്. എന്നാൽ പഠനം കഴിഞ്ഞ് കുട്ടികളുടെ നിലവാരം, ഗ്രേഡ് എന്നിവ കണ്ടെത്താനാണ് മൂല്യനിർണ്ണയം ഉപയോഗിക്കുന്നത്. അതായത് പഠനത്തോടൊപ്പം ചെയ്യുന്നത് എന്താണ്? വിലയിരുത്തൽ. കുട്ടികളുടെ പഠനം മികച്ചതാക്കാനാണ് വിലയിരുത്തൽ സഹായിക്കുന്നത്. മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ പഠിച്ചതിന് ശേഷം കുട്ടികൾക്ക് ഗ്രേഡ് അല്ലെങ്കിൽ അവരുടെ നിലവാരം മനസ്സിലാക്കാനാണ് മൂല്യനിർണ്ണയം. ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ വിലയിരുത്തലിൻ്റെ ഭാഗമാണ്. എന്നാൽ പരീക്ഷ, അതായത് ഒരു ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു എക്സാം, യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ എക്സാം എന്ന് പറയുന്നത് ഒരു മൂല്യനിർണ്ണയത്തിന് ഉദാഹരണമാണ്. വിലയിരുത്തൽ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, വിലയിരുത്തലിന് 3 തലങ്ങളാണുള്ളത്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. എക്സാമിന് പലതവണ ചോദിക്കലുണ്ട്. എക്സാമിന് മാത്രമല്ല, കേട്ടിട്ട് പരീക്ഷയ്ക്ക്, നമ്മുടെ സെമസ്റ്റർ എക്സാമിനും കേട്ടിട്ട് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ് വിലയിരുത്തലിൻ്റെ 3 തലങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 തലങ്ങളിൽ 1 പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. രണ്ടാമത്തത് വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. 3 പഠനത്തെ വിലയിരുത്തൽ, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അപ്പോൾ ആദ്യം നമുക്ക് പഠനത്തിനായുള്ള വിലയിരുത്തൽ നോക്കാം. പഠനം നടക്കുന്ന സമയത്ത് നടക്കുന്ന വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. പേരിൽ തന്നെ കിട്ടും. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിലയിരുത്തുകയാണ്. നമ്മൾ കുട്ടിയെ നിരന്തരം വിലയിരുത്തുക. എന്തിനാണ്? ആ കുട്ടിക്ക് ആ ആശയം കൃത്യമായി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ പഠനം നടക്കുന്ന സമയത്താണ് നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ആശയം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളിലേക്ക് എത്തുന്നില്ല ആശയം എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പെട്ടെന്ന് ചോദ്യം ചോദിക്കുക. അങ്ങനെയൊക്കെയുള്ളത് ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ. അടുത്തത് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത് കുട്ടി സ്വയം കുട്ടിയുടെ പഠനത്തെ വിലയിരുത്തുന്നതാണ്. അതായത് കുട്ടി പഠിച്ചതിന് ശേഷം കുട്ടി തന്നെ മനസ്സിലാക്കുന്നു, എനിക്കിത് പഠിച്ചാൽ കിട്ടുന്നുണ്ടോ, ഞാൻ ശരിക്കും പഠിക്കുന്നുണ്ടോ, എനിക്ക് ഈ ആശയം എത്തിയിട്ടില്ലെന്ന് സ്വയം കുട്ടിയുടെ കഴിവ് അല്ലെങ്കിൽ പരിമിതി മനസ്സിലാക്കുന്നു. കുട്ടി സ്വയം വിലയിരുത്തുന്നതാണ് എന്ത്? വിലയിരുത്തൽ തന്നെ പഠനം. അടുത്തത് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത കാലയളവിലെ പഠനത്തിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ. അതായത് പഠിച്ചതിനൊക്കെ ശേഷം അവസാനം ഒരു സെമസ്റ്റർ എക്സാം ഒക്കെ നടത്തില്ലേ, അപ്പോൾ അതിനൊരു നിലവാരം കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതാണ് പഠനത്തെ വിലയിരുത്തൽ. അപ്പോൾ പഠനം നടക്കുന്ന സമയത്ത് തന്നെ വിലയിരുത്തൽ നടക്കുന്നതാണെങ്കിൽ പഠനത്തിനായുള്ള വിലയിരുത്തൽ. കുട്ടി സ്വയം പഠനത്തെ വിലയിരുത്തുന്നതാണെങ്കിൽ എന്താണ്? വിലയിരുത്തൽ തന്നെ പഠനം. അല്ല, പഠിച്ചതിന് ശേഷം കുറച്ച് കാലയളവിന് ശേഷം പഠനം വിലയിരുത്തുകയാണെങ്കിൽ അതിനെന്ത് പറയും? പഠനത്തെ വിലയിരുത്തൽ. അപ്പോൾ 3 തലങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വിവിധ തരം വിലയിരുത്തലിനെ കുറിച്ചിട്ടാണ്. ആദ്യത്തേത് പരിമാണാത്മക വിലയിരുത്തൽ, അതായത് ക്വാണ്ടിറ്റേറ്റീവ്. നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈറ്റ്, നമുക്ക് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് വിലയിരുത്തുക. അത് നമുക്ക് പറയാം 5 മുതൽ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്ററിന് മുകളിൽ, 100 സെൻറ്റിമീറ്ററിന് താഴെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അളവ് നമുക്ക് അക്കങ്ങളിലൂടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നതാണ്. അതാണ് പരിമാണാത്മകം. ഇതിന് നമുക്ക് സർവേ നടത്തിയിട്ടോ ഇൻ്റർവ്യൂ നടത്തിയിട്ടോ ഒക്കെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു. അടുത്തതാണ് ഗുണാത്മക വിലയിരുത്തൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ്. അതായത് ചില ശേഷി, കഴിവ്, നൈപുണ്യം. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ പാട്ട് പാടുന്നതിൻ്റെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു കുട്ടി 1 കൂടുതൽ പാടി അങ്ങനെയാണോ നമ്മൾ വിലയിരുത്തല്ല. നന്നായി പാടി, മികച്ചതായി പാടി, ഏറ്റവും മികച്ചതായി പാടി, ആ ഒരു രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ ശേഷി, നൈപുണികളൊക്കെ നമ്മൾ വിലയിരുത്തുക എങ്ങനെയാണ്? ഗുണാത്മക വിലയിരുത്തലാണ്. അതിന് ഉദാഹരണം നമുക്ക് എങ്ങനെയൊക്കെ വിലയിരുത്താം? പോർട്ട്ഫോളിയോ, അതുപോലെ നിരീക്ഷണത്തിലൂടെയൊക്കെയാണ് ഗുണാത്മകമായിട്ടുള്ള വിലയിരുത്തൽ നടത്തുന്നത്. അടുത്തതാണ് ബാഹ്യ വിലയിരുത്തൽ. പഠിതാക്കളുടെ പഠനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ബാഹ്യ ഏജൻസി നടത്തുന്ന വിലയിരുത്തലാണ് ബാഹ്യ വിലയിരുത്തൽ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ DLED പഠിച്ചതിന് ശേഷം സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ നമുക്കൊരു കമ്മീഷൻ വരുന്നുണ്ട്. നമ്മളെ സ്കൂളിലെ അല്ലാത്ത വേറെ
പുറത്തുനിന്ന് ഉള്ള ഒരു ഏജൻസിയിൽ നിന്ന് വന്നിട്ട് നമ്മളുടെ വർക്ക് ചെയ്തതൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതൊരു ബാഹ്യ വിലയിരുത്തലാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പോർട്ട്ഫോളിയോ വിലയിരുത്തൽ. എന്താണ് പോർട്ട്ഫോളിയോ വിലയിരുത്തൽ? പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് പോർട്ട്ഫോളിയോ. ശേഖരങ്ങൾ, രചനകൾ, പ്രബന്ധങ്ങൾ എന്നിവ പോർട്ട്ഫോളിയോയുടെ ഉദാഹരണം. അതായത് പഠന സമയത്ത് ഒരു പ്രവർത്തനമാണ് നമുക്കറിയാം. ആ പ്രവർത്തനത്തിൻ്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ, വസ്തുക്കൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ആൽബം തയ്യാറാക്കിയിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആൽബം വിലയിരുത്തുന്നതൊക്കെ എന്തിൻ്റെ ഉദാഹരണമാണ്? പോർട്ട്ഫോളിയോ വിലയിരുത്തലിൻ്റെ ഉദാഹരണമാണ്. CCE എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. അതായത് നിരന്തരം എന്ന് പറഞ്ഞാൽ പഠന പ്രക്രിയ നടക്കുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മൾ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. സമഗ്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിതാവിൻ്റെ സർവ്വതോമുഖമായ വിലയിരുത്തൽ. കുട്ടികളുടെ ക്ലാസ്സിലെ എല്ലാ പ്രവർത്തനങ്ങളും നിരന്തരമായി ഇവാലുവേറ്റ് അല്ലെങ്കിൽ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സമഗ്രമായതാണ്. കുട്ടികളുടെ എല്ലാ വികാസവും നമ്മൾ വിലയിരുത്തണം. അല്ലാതെ വൈജ്ഞാനിക വികാസം മാത്രമല്ല, മാനസികം, വൈകാരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ വിലയിരുത്തണം. അതാണ് സമഗ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലാണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് വിവിധ തരം പരീക്ഷകളെക്കുറിച്ചാണ്. ഒന്നാമത്തേത് എഴുത്തു പരീക്ഷ. എഴുത്തു പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതുന്നത്. അത് തന്നെ എങ്ങനെ ഉണ്ടാവും? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള പരീക്ഷ ഉണ്ട്. PSC ഒക്കെ എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് അല്ലേ? നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് നമ്മൾ കറുപ്പിക്കുക ചെയ്യാം. അതുപോലെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം അല്ലേ? അങ്ങനെയൊക്കെ എഴുത്തു പരീക്ഷകളിലേക്ക് വരാം. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ശോധകങ്ങൾക്കുണ്ടായിരിക്കുന്ന ഗുണങ്ങൾ. ശോധകം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്. വാട്ട് ആർ ക്വാളിറ്റീസ് ഓഫ് ടെസ്റ്റ്? ഒരു ശോധകം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അതിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പഠന നേട്ടം വിലയിരുത്താൻ പറ്റിയതാവണം. പഠന നേട്ടാധിഷ്ഠിതമായിരിക്കണം ശോധകം. അതുപോലെ തന്നെ സമഗ്രത. എല്ലാ പഠന നേട്ടത്തിനും പ്രാധാന്യം നൽകണം. പഠന നേട്ടം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പാഠം പഠിക്കുന്നതിൻ്റെ ഇപ്പോൾ പാഠപുസ്തകം നോക്കിയാൽ, കുട്ടികളുടെ പാഠപുസ്തകമൊക്കെ നോക്കിയാൽ പാഠം കഴിഞ്ഞതിന് ശേഷം ഒരു പഠന നേട്ടം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ പാഠം പഠിക്കുന്നത് കൊണ്ട് കുട്ടികളിലേക്ക് എന്തൊക്കെയാണ് ലഭിക്കേണ്ടത് എന്നാണ് പഠന നേട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ തയ്യാറാക്കിയ ടെസ്റ്റ് അല്ലെങ്കിൽ ശോധകത്തിന് എന്ത് ചെയ്യണം? പഠന നേട്ടത്തെ വിലയിരുത്താൻ സാധിക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സമഗ്രതയാണ്. സമഗ്രത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാഠത്തിൽ തന്നെ ധാരാളം പഠന നേട്ടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ ധാരാളം പഠന നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഒരു യൂണിറ്റിൽ നിന്ന് മാത്രം വരിക, മറ്റേ ഒരു യൂണിറ്റ് ഒഴിവാക്കുക, അങ്ങനെയൊന്നും നമ്മൾ ശോധകത്തിൽ ചെയ്യാൻ പാടില്ല. എല്ലാ പഠന നേട്ടങ്ങൾക്കും ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളതായിരിക്കണം ശോധകങ്ങളിൽ. അടുത്തത് വസ്തുനിഷ്ഠത. ഒരു ചോദ്യത്തിന് ശരിയായ പല ഉത്തരം പറ്റില്ല. അതായത് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം ശരിയാവണം. അതിനെയാണ് എന്ത് പറയുക? വസ്തുനിഷ്ഠത എന്ന് പറയുന്നത്. ഇപ്പോൾ PSC എക്സാമിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവർ തരുന്ന ചോദ്യത്തിന് രണ്ട് ഓപ്ഷനും, ഉദാഹരണത്തിന് Aയും Bയും ഉത്തരമായിട്ട് വരികയാണെങ്കിൽ ആ ചോദ്യം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ വസ്തുനിഷ്ഠത ഒരു ചോദ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സാധുത. സാധുത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അത് തന്നെ വിലയിരുത്താൻ കഴിയണം. നമ്മൾ ഉദ്ദേശിച്ചത് വിലയിരുത്താൻ ഇപ്പോൾ A എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കുട്ടികളിലേക്ക് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണമെങ്കിൽ ആ ഒരു സാധനം തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതാണ് സാധുത എന്ന് പറഞ്ഞാൽ. അടുത്തതാണ് വിശ്വാസ്യത. വിശ്വാസ്യത ഒരു ശോധകത്തിന് നിർബന്ധമാണ്. എന്താണ്? വിലയിരുത്തലിൻ്റെ ഭാഗമായി ഒരു കുട്ടിയെ സംബന്ധിച്ച് കിട്ടുന്ന വിവരം ഏറെക്കുറെ സ്ഥിരമായിരിക്കണം. അടുത്തതാണ് വിവേചനം. ഓരോ കുട്ടിയുടെയും നിലവാരം വേർതിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കണം ശോധകം. ഭയങ്കര സിമ്പിളാവരുത്, ഭയങ്കര ടഫും ആവരുത്. അപ്പോൾ നന്നായി പഠിച്ചവർക്ക് മാത്രം എഴുതാൻ കാരണം കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവണം. ആവറേജ് പഠിച്ച കുട്ടികൾക്ക് എഴുതാനുള്ള ചോദ്യങ്ങളും അതുപോലെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ആ ശോധകത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഓരോ കുട്ടിയുടെയും നിലവാരം വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ശോധകം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ശോധകങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ: പഠന നേട്ടാധിഷ്ഠിതമാകണം, സമഗ്രത പാലിക്കണം, അതുപോലെ തന്നെ വസ്തുനിഷ്ഠത പാലിക്കണം, സാധുത ഉണ്ടായിരിക്കണം, വിശ്വാസ്യതയാവണം, അതുപോലെ തന്നെ വിവേചനം ഉണ്ടായിരിക്കണം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സിദ്ധിശോധകം, എന്താണ് നിദാന ശോധകം, അതുപോലെ മാനകീകൃത ശോധകം. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യത്തേതാണ് സിദ്ധിശോധകം. സിദ്ധിശോധകം എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. അതായത് പഠന നേട്ടങ്ങൾ കുട്ടികൾ ആർജിച്ചോ എന്ന് വിലയിരുത്തുന്നതിനുള്ള ശോധകമാണിത്.
അപ്പോൾ അതാണ് സിദ്ധിശോധകം. അതായത് നമ്മളെ സാധാ പരീക്ഷ അതിൻ്റെ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. വിശ്വാസ്യതയാണോ, എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈസി ആവറേജും ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണം എന്നുള്ളത് പറഞ്ഞത് സിദ്ധിശോധകമാണ്. ഇനി നിദാന ശോധകം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതായത് പഠിതാവ് പഠന നേട്ടത്തിലേക്ക് എത്താത്തതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായി നടത്തുന്ന ശോധകം. അതായത് പഠനത്തിലെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പഠിക്കുന്നതിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി ആ ബുദ്ധിമുട്ടിൻ്റെ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള പരീക്ഷയാണ് നിദാന ശോധകം. അടുത്തത് മാനകീകൃത ശോധകം. മാനകീകൃത ശോധകം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റാണ്. അതായത് പൊതുപരീക്ഷകളിലെ നമ്മൾ SSLCൻ്റെ അല്ലെങ്കിൽ DLEDൻ്റെ സെമസ്റ്ററിലെ എക്സാമൊക്കെ എന്താണ്, മാനകീകൃത ശോധകങ്ങളാണ്. സ്റ്റാൻഡേർഡായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടാണ് പരീക്ഷ നടത്തുന്നത് അല്ലേ. അതിനെയാണ് മാനകീകൃത ശോധകം എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന വിവിധ തരം പരീക്ഷകളാണ്. ഉദാഹരണത്തിന് ഓൺലൈൻ പരീക്ഷ. എന്താണ് ഓൺലൈൻ പരീക്ഷ? കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതുന്നതാണ് ഓൺലൈൻ പരീക്ഷ. ഇതിന് പേപ്പർ വേണ്ട, ചിലവ് കുറയും, രഹസ്യ സ്വഭാവമുണ്ട്, ഓൺലൈൻ വഴിയാണ് നടത്തുന്നത് അല്ലേ. ഇതിന് ഉദാഹരണം നമ്മൾ ലൈസൻസ് എഴുതുമ്പോൾ ലേണേഴ്സ് ടെസ്റ്റൊക്കെ എന്താണ്, ഓൺലൈൻ പരീക്ഷയാണ്. അടുത്തതാണ് ഓൺ ഡിമാൻഡ് പരീക്ഷ. കുട്ടി ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് പരീക്ഷ നടത്തുന്നതാണ് ഇത്. കുട്ടികൾക്ക് ഏത് സമയത്താണോ പരീക്ഷ നടത്തേണ്ടത് ആ സമയത്ത് പരീക്ഷ നടക്കുന്നു. അതാണ് ഓൺ ഡിമാൻഡ് പരീക്ഷ. ഇതെന്താ, സമ്മർദ്ദം കുറയും, നമ്മൾ പഠിച്ച് തീർന്നിട്ട് നമുക്ക് പരീക്ഷ മതിയെന്ന് നമുക്ക് പറയാം. അടുത്തത് തുറന്ന പുസ്തക പരീക്ഷ, ഓപ്പൺ ടെക്സ്റ്റ് എക്സാം. അതായത് നമുക്ക് എക്സാമിന് പുസ്തകം തുറന്ന് എഴുതാം, പക്ഷെ അതിലുള്ള ചോദ്യങ്ങൾ ക്രിയാത്മക ചിന്ത, വിമർശനാത്മക ചിന്ത എന്നിവ ടെസ്റ്റ് ചെയ്യാനുള്ള പരീക്ഷകളാണ്. അല്ലാതെ ഭയങ്കര സിമ്പിളായിട്ടുള്ള എക്സാം അല്ല തുറന്ന പുസ്തക പരീക്ഷ. ഉദാഹരണം, നമുക്ക് കുമാരനാശാൻ്റെ കവിതയുടെ പ്രത്യേകതകൾ എന്ന വിഷയത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം. ഇതാണ് നമ്മളെ ചോദ്യം. അപ്പോൾ നമുക്ക് എന്താ, കുമാരനാശാൻ്റെ കവിതകളുടെ ഒരു പുസ്തകം നമുക്ക് പരീക്ഷയ്ക്ക് കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെയാണ് ഈ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതാണ് ഓപ്പൺ ടെക്സ്റ്റ് അല്ലെങ്കിൽ തുറന്ന പുസ്തക പരീക്ഷ. അടുത്തത് വാചിക പരീക്ഷ. ഇവിടെ എഴുത്തു പരീക്ഷയല്ല, അതിന് പകരം എന്താ, ഇൻ്റർവ്യൂ, അഭിമുഖം. അപ്പോൾ നമ്മൾ LPSA UPSAയുടെ ഒക്കെ പരീക്ഷകളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ നടത്തും. അവിടെ നമുക്ക് എന്താണ്, വാചിക പരീക്ഷയാണ് അല്ലേ. നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് ഉത്തരം പറയും. എല്ലാ പരീക്ഷയും എഴുത്തു പരീക്ഷയിലൂടെ നമുക്ക് കണ്ടെത്താനറിയില്ല, വിലയിരുത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ പഠന നേട്ടം എന്ന് പറയുന്നത് കവിത ചൊല്ലാനുള്ള കഴിവ് ആണ് എന്ന് കരുതുക. അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതിയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? ഇല്ല. അത് ചെയ്തിട്ട് അല്ലേ, കവിത ചൊല്ലുക തന്നെ വേണം. അതിനെയാണ് നമ്മൾ പ്രകടന പരീക്ഷ എന്ന് പറയുന്നത്. വിവിധ തരം ശോധകങ്ങളെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും എല്ലാം നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വിലയിരുത്തലിൻ്റെ വിലയിരുത്തൽ എന്നാൽ എന്താണെന്ന്. പഠന നേട്ടം ആർജിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനു വേണ്ടി തയ്യാറാക്കിയ വിലയിരുത്തൽ രീതികൾ എത്രത്തോളം ഫലപ്രദമായി എന്ന് വിലയിരുത്തുന്നതിനെയാണ് വിലയിരുത്തലിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതായത് പഠന നേട്ടമൊക്കെ വിലയിരുത്താൻ നമ്മൾ കുറച്ച് വിലയിരുത്തൽ രീതികൾ ഉപയോഗിക്കുന്നുണ്ട്, പരീക്ഷകൾ ഉപയോഗിക്കുന്നുണ്ട്, വാചിക പരീക്ഷ അല്ലെങ്കിൽ ഏതൊക്കെ പരീക്ഷകളോ ശോധകങ്ങളോ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വിലയിരുത്താൻ ഉദ്ദേശിച്ച സാധനം വിലയിരുത്താൻ സാധിച്ചോ എന്ന് വിലയിരുത്തുന്നതാണ് എന്ത്, വിലയിരുത്തലിൻ്റെ വിലയിരുത്തൽ. മനസ്സിലായില്ലേ? പഠന പുരോഗതി വിലയിരുത്തുന്നതിനുള്ള പ്രധാന ഉപാധികൾ ഏതൊക്കെയാണ്? അഭിമുഖം, നിരീക്ഷണം. നിരീക്ഷണത്തിലൂടെ നമുക്ക് പഠന പുരോഗതി മനസ്സിലാക്കാൻ സാധിക്കും. അഭിമുഖത്തിലൂടെ, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുക. സോഷ്യോമെട്രി, അതുപോലെ ചോദ്യപേപ്പർ നൽകിയുള്ള വിലയിരുത്തൽ. ഇങ്ങനെയെല്ലാം നമുക്ക് ഒരു കുട്ടിയുടെ പഠന പുരോഗതി, ആ കുട്ടിയുടെ പഠനത്തിലുള്ള പുരോഗതി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. മൂല്യനിർണ്ണയോപകരണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ഉപാഖ്യാന രേഖ, സഞ്ചിത രേഖ, ശോധകങ്ങൾ, വാചിക പരീക്ഷ, ലിഖിത പരീക്ഷ ഒക്കെ എന്താണ്, മൂല്യനിർണ്ണയ ഉപകരണങ്ങളാണ്. മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, പരീക്ഷകളിലെ ശോധകങ്ങൾ, വാചിക പരീക്ഷ, ലിഖിതം, എഴുത്തു പരീക്ഷകൾ ഉപയോഗിക്കാം. അതുപോലെ ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ഉപാഖ്യാന രേഖ, സഞ്ചിത രേഖ, ഇതൊക്കെ നിങ്ങൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് മികച്ചതാണോ അല്ലേ, ആണ് എങ്കിൽ നമുക്ക് ആണ് യെസ് എന്നുള്ളിടത്ത് ടിക്കിട, അല്ല എങ്കിൽ നോ എന്ന് പറഞ്ഞിടത്ത് ടിക്കിട. അതാണ് ചെക്ക് ലിസ്റ്റ്. അടുത്തതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇത് തന്നെ, ആ ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ, ഉണ്ട് ഇല്ല എന്നതിന് പകരം നന്നായി മനസ്സിലാകുന്നുണ്ട്, ആവറേജ്, തീരെ മനസ്സിലാകുന്നില്ല, അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ. ഉപാഖ്യാന രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്,
ഒരു കുട്ടീനെ കുറിച്ചിട്ട് ഒരു പ്രത്യേക സ്വഭാവങ്ങൾ മാത്രം, ഇപ്പോൾ ഒരു ടീച്ചറായ നമ്മളുടെ മുന്നിലുള്ള കുട്ടികളിൽ പ്രത്യേക ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രത്യേക സ്വഭാവങ്ങൾ മാത്രം നമ്മൾ എഴുതി വെക്കുന്നതിനാണ് ഉപാഖ്യാന രേഖ. ആ ഇൻസിഡൻറ്റ് കൂടി നമ്മൾ എഴുതി വെക്കും. സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് സഞ്ചിത രേഖ. അപ്പോൾ ഇതൊക്കെ എന്തിനു ഉപയോഗിക്കാം? മൂല്യനിർണ്ണയ ഉപകരണങ്ങളായിട്ട് നമുക്ക് ഇവയെല്ലാം ഉപയോഗിക്കാം. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഗ്രേഡിംഗ് സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ്. ഗ്രേഡിംഗ് ആൻഡ് സ്കോറിങ്. സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അതിൽ മാർക്ക് അല്ലേ, സ്കോർ ഇടുന്നതിനെയാണ് സ്കോറിംഗ് എന്ന് പറയുക. എന്താണ് ഗ്രേഡിങ്? സ്കോറിന് പകരം നമ്മൾ ലെറ്റർ ഉപയോഗിക്കുക, ABC എന്നൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗ്രേഡിംഗ് സംവിധാനം. മാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ തന്നെ പഠിതാക്കളെ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അനാരോഗ്യമായ ഒരു മത്സരം ഉണ്ടാവും. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത മാർക്ക്, ഉദാഹരണത്തിന് 90 മുതൽ 100% വരെയുള്ള ആൾക്കാർക്ക് ഒരു ഗ്രേഡാണ് കുട്ടികൾക്ക് ഒരു ഗ്രേഡാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ പഠിതാക്കളെ വേർതിരിക്കുന്നില്ല, അനാരോഗ്യകരമായ മത്സരം ഉണ്ടാകുന്നില്ല. ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്രേഡിംഗ് സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രേഡ് എന്ന് പറയുമ്പോൾ A+, A, B+, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഗ്രേഡിംഗ് തന്നെ 2 തരത്തിലുണ്ട്. ഡയറക്റ്റ് ഗ്രേഡിങ്ങും അതുപോലെ തന്നെ അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും. ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ഇടാതെ ഒരു ചോദ്യം വായിക്കുന്നു, കുട്ടികൾക്ക് ഗ്രേഡ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. അതെന്ന് പറഞ്ഞാൽ സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ് ആണ്. അതായത് ആദ്യം നമ്മൾ മാർക്ക് ഇട്ടതിന് ശേഷം ഈ മാർക്കിനെ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. അപ്പോൾ 2 തരം ഗ്രേഡിംഗ് ഉണ്ട്, ഡയറക്റ്റ് ഗ്രേഡിങ്ങും അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും. LP UP ക്ലാസ്സുകളിലൊക്കെ നമ്മൾ 5 പോയിൻറ്റ് ഗ്രേഡാണ് ഉപയോഗിക്കുന്നത്. ഹൈസ്കൂളിൽ 9 പോയിൻറ്റ് ഗ്രേഡാണ് ഉപയോഗിക്കുന്നത്. LP UPയിൽ 5 പോയിൻറ്റ് ഗ്രേഡുകൾ ഏതൊക്കെയാണെന്ന് പറയാം. 75% മുതൽ 100% വരെ A ഗ്രേഡ്, 60% മുതൽ 74% വരെ B ഗ്രേഡ്, 45% മുതൽ 59% വരെ C ഗ്രേഡ്, 33% മുതൽ 44% വരെ D ഗ്രേഡ്, 33-ന് കുറവാണെങ്കിൽ E ഗ്രേഡ്. ഇനി ഹൈസ്കൂളിലാണെങ്കിൽ 9 പോയിൻറ്റ്സ് ഗ്രേഡാണ് വരിക. അതിൽ 90 മുതൽ 100% വരെ A+, 80 മുതൽ 89% വരെ A ഗ്രേഡ്, 70 മുതൽ 79% വരെ B+, 60 മുതൽ 69% വരെ B, 50 മുതൽ 59% വരെ C+, 40 മുതൽ 49 വരെ C, 30 മുതൽ 39 വരെ D+, 20 മുതൽ 29 വരെ D, 20-നേക്കാൾ കുറഞ്ഞാൽ E. അപ്പോൾ 5 പോയിൻറ്റ് സ്കെയിലും അതുപോലെ തന്നെ 9 പോയിൻറ്റ് സ്കെയിലും ഗ്രേഡിങ്ങിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ലേ? LP UP തലങ്ങളിൽ 5 പോയിൻറ്റ് ഗ്രേഡിങ്ങും മറ്റേൽ 9 പോയിൻറ്റ് ഗ്രേഡിംഗ് ആണ് ഹൈസ്കൂളിൽ നടക്കുന്നത്. എന്താണ് SEP? അതിൻ്റെ ഫുൾ ഫോമൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സ്റ്റുഡൻസ് ഇവാലുവേഷൻ പ്രൊഫൈൽ, അതാണ് SEP. പഠന പുരോഗതി രേഖ എന്ന് മലയാളത്തിൽ പറയും. കുട്ടിയുടെ പഠന പുരോഗതി കൂടുതൽ വിശദമായി രേഖപ്പെടുത്തി നൽകുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള രേഖയാണ് SEP. അപ്പോൾ SEP നോക്കിയാൽ നമുക്ക് കുട്ടിയുടെ ശരിയായ പഠന പുരോഗതി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെവിടെയാണ് ഇങ്ങനെ SEP തയ്യാറാക്കിയതിനു ശേഷം ക്ലാസ് PTA സമയത്ത് SEP വിതരണം ചെയ്യുകയാണ് ചെയ്യുക. ഒരു കുട്ടിയുടെ പഠന പുരോഗതി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രേഖയാണ് SEP. ഫുൾ ഫോം ഒന്നുകൂടി നോക്കി വെച്ചോളൂ. പഠന പുരോഗതി രേഖ അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഇവാലുവേഷൻ പ്രൊഫൈൽ. 4ാമത്തെ യൂണിറ്റിൽ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി നമുക്ക് 5ാമത്തെ യൂണിറ്റ് നോക്കാം. സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവും. ഈ പാഠഭാഗത്ത് നമുക്ക് പഠന ബോധന സാമഗ്രികൾ, പഠനോപകരണങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് പഠന ബോധന സാമഗ്രികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പഠന ബോധന സാമഗ്രി എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ TLM എന്ന് പറയും. ചിലപ്പോൾ TLMൻ്റെ ഫുൾ ഫോം ചോദിക്കും. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ, പഠന ബോധന സാമഗ്രികൾ. പഠനം വേഗത്തിലും എളുപ്പത്തിലുമാക്കാൻ നമുക്ക് ബോധന സാമഗ്രികൾ സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കാനും ആഴത്തിലുള്ള അറിവ് ലഭിക്കാനും സമയലാഭം, നമ്മൾ വാക്കിലൂടെ പറയുന്നതിനേക്കാൾ എത്രയോ പെട്ടെന്ന് നമുക്ക് TLM ഉപയോഗിച്ച് കുട്ടികളിലേക്ക് ആശയം എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആശയധാരണ കൃത്യമായി ലഭിക്കാനൊക്കെ നമുക്ക് എന്തുപയോഗിക്കാം? പഠന ബോധന സാമഗ്രികൾ ഉപയോഗിക്കാം. പഠന ബോധന സാമഗ്രികൾക്ക് ഉദാഹരണം ഏതാണെന്ന് നോക്കാം.
അബാക്കസ് ഇതിന് ഉദാഹരണമാണ്. സംഖ്യാബോധത്തിന് നമുക്ക് അബാക്കസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഭ്രമണം, പരിക്രമണം, വൻകരകളെയൊക്കെ മനസ്സിലാക്കാനും ആശയം ലഭിക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഗ്ലോബ്. അപ്പോൾ ഗ്ലോബ്, അബാക്കസ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? പഠന ബോധന സാമഗ്രികൾ അല്ലെങ്കിൽ TLMന് ഉദാഹരണമാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് പഠനോപകരണങ്ങളുടെ സവിശേഷത എന്താണെന്നാണ്. ലളിതമായി നിർമ്മിക്കാൻ, സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതായിരിക്കണം. അതുപോലെ പഠനക്ഷമത ഉറപ്പുവരുത്താൻ സാധിക്കുന്നതായിരിക്കണം. ചിലവ് കുറഞ്ഞതായിരിക്കണം. നമുക്ക് പിന്നെയും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കണം. പുനരുപയോഗ സാധ്യത ഉള്ളതായിരിക്കണം. നിർമ്മാണത്തിലും ശേഖരണത്തിലും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പങ്കാളിത്തമുള്ള TLM ഉപയോഗിക്കണം. പ്രയോഗ സാധ്യത ഉള്ളത്, പിന്നീട് ഉപയോഗിക്കാനും അത് പഠനത്തിന് സഹായിക്കുന്നതുമായിരിക്കണം. ചിലവ് കുറഞ്ഞതായിരിക്കണം. അതൊക്കെയാണ് പഠനോപകരണങ്ങളുടെ സവിശേഷത. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് എന്താണ്? ഒരു TLMന് ഉദാഹരണമാണ്. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ പഠനോപകരണം അല്ലെങ്കിൽ എന്ത് പറയാം, പഠനബോധന സാമഗ്രികൾ, ഇതെല്ലാം ഒന്നാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ബോർഡിൻ്റെ പ്രത്യേകത എന്താണ്? ചെലവ് കുറഞ്ഞതാണ്. നമുക്ക് കണക്ക് കൂട്ടാനും ചിത്രം വരയ്ക്കാനും എഴുതാനും എല്ലാം LP സെക്ഷനിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ബ്ലാക്ക് ബോർഡ്. എല്ലാ ക്ലാസ്സിനും അനുയോജ്യമാണ്. LP ക്ലാസ്സിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വലുതായി എഴുതണം അല്ലേ? ഓരോ വാക്കുകൾ തമ്മിലുള്ള സ്പേസിങ് കറക്റ്റ് ആയിരിക്കണം. ഓരോ അക്ഷരങ്ങൾ തമ്മിലുള്ള സ്പേസിങ് കറക്റ്റ് ആയിരിക്കണം. വൃത്തി ഉണ്ടായിരിക്കണം. എല്ലാം എഴുതിയതിനു ശേഷം നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോരുന്നതിന് മുന്നേ അതൊക്കെ മായ്ച്ചിരിക്കണം. അടിവര, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടിവര ഇടണം. അതുപോലെ കളർ ചോക്ക് ഉപയോഗിക്കണം. ലാബിൽ ചെയ്യുമ്പോൾ നമ്മൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ ലാബിൽ ചെയ്യുന്നത് ഒരു ഭാഗത്തേക്ക് നീട്ടി വരച്ചതിന് ശേഷം വേണം നമ്മൾ ഒരേ വശത്ത് തന്നെ നമ്മൾ എഴുതണം. അതിൻ്റെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തണം. അടുത്തത് പഠനോപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാതൃക, ചാർട്ട്, മാപ്പ്, ഗ്ലോബ്, ബ്ലാക്ക് ബോർഡ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? പഠനോപകരണങ്ങൾക്ക് ഉദാഹരണമാണ്. ദൃശ്യശ്രാവ്യ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്. ഉദാഹരണം ടെലിവിഷൻ, റേഡിയോ, കമ്പ്യൂട്ടർ, ബ്ലൂടൂത്ത് പ്ലെയർ, ടേപ്പ് റെക്കോർഡർ ഒക്കെ ദൃശ്യശ്രാവ്യ ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഹൈടെക് ക്ലാസ് റൂം എന്താണെന്നാണ്. ICT, ഇൻ്റർനെറ്റ്, സ്മാർട്ട് TV ഒക്കെ ഉള്ള ക്ലാസ് റൂമുകൾ, പ്രൊജക്ടറൊക്കെ ഉള്ള ക്ലാസ് റൂമിനെയാണ് നമ്മൾ ഹൈടെക് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതായത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുന്ന ക്ലാസ് റൂമുകളെയാണ് നമ്മൾ ഹൈടെക് ക്ലാസ് റൂം എന്ന് പറയുന്നത്. വിദ്യാലയം തന്നെ ഒരു ഉപകരണമാണ് എന്ന് നമ്മളോട് ചിലപ്പോൾ ചോദ്യം ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? നമ്മൾ വിദ്യാലയത്തിൻ്റെ ചുവരിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ സാഹിത്യകാരന്മാരുടെ കോഡ്സ് ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ചുവരിൽ ചിത്രം വരച്ചിട്ടൊക്കെ നമ്മൾ അതൊക്കെ അറിവ് നൽകാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണമായി മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് BALA? ബാല എന്ന് പറയുന്നത് എന്താണ്? സിനിമ നടനല്ല. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്, അതാണ് ബാല. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്, ചുവര് ഒരു പഠനോപകരണമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ചോദിക്കാറുണ്ട് കേട്ടോ. ബാല എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. ഇനി അടുത്തതാണ് ക്യാമ്പസ് ഒരു പഠനോപകരണം. അപ്പോൾ വിദ്യാലയം ഒരു പഠനോപകരണമാണ്. ക്യാമ്പസ് തന്നെ, വിദ്യാലയം നിൽക്കുന്ന സ്ഥലം തന്നെ, ക്യാമ്പസ് തന്നെ ഒരു പഠനോപകരണമാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനം, ജൈവ വൈവിധ്യ പാർക്ക്, അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? ബയോഡൈവേഴ്സിറ്റി പാർക്ക്. എന്താ, നമ്മൾക്ക് നമ്മുടെ ചുറ്റുമൊക്കെ ഇപ്പോൾ കണ്ടിട്ടില്ലേ, സ്കൂളിന് ചുറ്റും അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു ഭാഗം ഒരു ഉദ്യാനമായിട്ടൊക്കെ മാറ്റി അവിടെ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളൊക്കെ നിർമ്മിച്ച് ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഹരിത നിയമാവലിയാണ്. അതായത് ഭക്ഷണം പാഴാക്കരുത്, മഷിപ്പേന ഉപയോഗിക്കുക, സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് നിരോധനം, മാലിന്യ സംസ്കരണം, പച്ചക്കറിത്തോട്ടം, അതുപോലെ ഔഷധ സസ്യത്തോട്ടം, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഗ്രീൻ പ്രോട്ടോക്കോൾ. ഗ്രീൻ പ്രോട്ടോക്കോളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത്? ഭക്ഷണം പാഴാക്കരുത്, പിന്നെന്താ ഉള്ളത്? മാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക് നിരോധനം, അതൊക്കെയാണ് ഗ്രീൻ പ്രോട്ടോക്കോളിൽ വരുന്നത്. ക്യാമ്പസ് ഒരു പാഠപുസ്തകം എന്നതിലൂടെ ഓരോ കുട്ടിയെയും പരിസ്ഥിതി ശാസ്ത്രജ്ഞരായി വളർത്തുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ക്യാമ്പസ് ഒരു പാഠപുസ്തകം എന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഓരോ കുട്ടിയെയും പരിസ്ഥിതി ശാസ്ത്രജ്ഞരായി വളർത്തുക എന്നതാണ് ക്യാമ്പസ് ഒരു പാഠപുസ്തകത്തിൻ്റെ ലക്ഷ്യം.
ടാലൻറ്റ് ലാബിനെ കുറിച്ച് കൂടി പറഞ്ഞാൽ ഈ യൂണിറ്റും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ടാലൻറ്റ് ലാബ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി പരിശീലനം പ്രോത്സാഹനം നൽകുന്നതിനാണ് ടാലൻറ്റ് ലാബ്. അതായത് ഓരോ സ്കൂളുകളിലും ഇപ്പോൾ ടാലൻറ്റ് ലാബുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ്? എല്ലാ കുട്ടികൾക്കും ഓരോ കഴിവുകൾ അഭിരുചികൾ ഉണ്ടാവും. ആ അഭിരുചി കണ്ടെത്തി അവരെ ഓരോ ഗ്രൂപ്പുകളാക്കി അവർക്ക് വേണ്ട പ്രോത്സാഹനം പരിശീലനം നൽകുകയാണ്. ഒരു കുട്ടിക്ക് ഇപ്പോൾ 2 കഴിവുകൾ ഉണ്ടെങ്കിൽ 2 ടാലൻറ്റ് ലാബിൽ നമുക്ക് ചേർക്കാം. പക്ഷേ ഒരു കുട്ടിക്ക് പോലും ഈ ടാലൻറ്റ് ലാബിൽ ഒന്നിലും ഉൾപ്പെടാത്തതായിട്ട് ഉണ്ടാവാൻ പാടില്ല. സർഗാത്മക ചിന്ത, നിരീക്ഷണ പാടകം, ആശയവിനിമയ ശേഷി, സഹഭാവം വളർത്താനൊക്കെ എന്ത് സഹായിക്കും? ടാലൻറ്റ് ലാബ് സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ അന്തർലീന കഴിവ് വികസിക്കാനും ടാലൻറ്റ് ലാബ് സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. നമുക്കിനി അടുത്ത യൂണിറ്റിലേക്ക് പോകാം. 6ാമത്തെ യൂണിറ്റ് ഇതിലെ അവസാന യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് പാഠ്യപദ്ധതി നവീകരണം. പാഠ്യപദ്ധതിക്ക് നവീകരണം ആവശ്യമാണോ? അതെ, ആവശ്യമാണ് അല്ലേ? പാഠ്യപദ്ധതി കാലോചിതമായ നവീകരണം ആവശ്യമാണ്. പഠിതാവ് സ്കൂളിൻ്റെ പുറത്തുമായി കടന്നു പോകേണ്ട അനുഭവങ്ങളുടെ ആകെത്തുകയാണ് പാഠ്യപദ്ധതി. സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പാഠ്യപദ്ധതിയും മാറണം. അതുകൊണ്ട് തന്നെ പാഠ്യപദ്ധതി നവീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് MLL എന്താണെന്ന് ചോദിക്കാറുണ്ട്. MLLൻ്റെ ഫുൾ ഫോം മിനിമം ലെവൽ ഓഫ് ലേണിംഗ്. ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലും നേടേണ്ട ആവശ്യശേഷികൾ നേടിയാണ് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതാണ് MLM. അതായത് ഓരോ ക്ലാസ്സിലും കുട്ടികൾ ആർജിക്കേണ്ട കഴിവുകൾ, ശേഷികളുണ്ട്. അതൊക്കെ നേടിയതിനു ശേഷം മാത്രമാണ് അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് MLL ഉള്ളത്. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് MLLൻ്റെ ലക്ഷ്യം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സാർവത്രിക വിദ്യാലയ പ്രവേശനം, സർവരെയും നിലനിർത്തൽ, സാർവത്രികമായ ഗുണനിലവാരം. ഇതിൽ ആദ്യത്തെ 2 സാർവത്രിക വിദ്യാലയ പ്രവേശനം അതുപോലെ തന്നെ സർവരെയും നിലനിർത്തൽ, കേരളത്തിൽ ഇത് രണ്ടും കൃത്യമായി നടക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും നമ്മൾ വിദ്യാലയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. വിദ്യാലയത്തിലെത്തിയ കുട്ടികളെല്ലാം പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്ന സാർവത്രികമായ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല മുഴുവനായിട്ട് കേരളത്തിൽ. അപ്പോൾ ഇന്ത്യയിലെല്ലായിടത്തും സാർവത്രികമായ ഗുണനിലവാരം ഉറപ്പാക്കാനാണ് MLL ശ്രമിക്കുന്നത്. ഇതിൽ MLL എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അത് എന്തൊക്കെയാണ് ശ്രമിക്കുന്നത്? കോമ്പിറ്റൻസി, മാസ്റ്ററി, ഇക്വിറ്റി, ഇത് 3ഉം ഉൾപ്പെടുത്താനാണ് MLL ശ്രമിക്കുന്നത്. അതായത് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ പ്രാപ്തി, മാസ്റ്ററി എന്ന് പറഞ്ഞാൽ പ്രാവീണ്യം, അതുപോലെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരിലേക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എത്തിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഒരുക്കുകയാണ് MLLൻ്റെ ലക്ഷ്യം. MLL എന്ന് പറഞ്ഞാൽ മിനിമം ലെവൽ ഓഫ് ലേണിംഗ്. അതൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് SSA എന്താണെന്ന് നമുക്ക് പഠിക്കാം. സർവശിക്ഷ അഭിയാൻ എന്നാണ് SSAയുടെ ഫുൾ ഫോം. 2002 ഇത് തുടങ്ങിയിട്ടുള്ളത്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനാണ് SSA ഉണ്ടാക്കിയിട്ടുള്ളത്. 2018 SSK വന്നത്. SSK എന്ന് പറഞ്ഞാൽ സമഗ്ര ശിക്ഷ കേരളം. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിക്കുക. അതുപോലെ തന്നെ എന്നാണ് നിലവിൽ വന്നത് എന്നും പഠിച്ചോളൂ. 2018 SSK വന്നിട്ടുള്ളത്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ മെച്ചപ്പെടുത്താനാണ് SSK ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ SSAയും SSKയും അതിൻ്റെ ഫുൾ ഫോം വർഷമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് പാഠ്യപദ്ധതി നവീകരണം കേരള വിദ്യാഭ്യാസ രംഗത്തിലുണ്ടാക്കിയ സമഗ്ര മാറ്റങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, സാർവത്രിക വിദ്യാലയ പ്രവേശനം, അതുപോലെ തന്നെ സർവരെയും വിദ്യാലയത്തിൽ നിലനിർത്തുക, ഇത് രണ്ടും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഇപ്പോഴും ഉള്ളത് സാർവത്രികമായ ഗുണനിലവാരം ഉറപ്പാക്കലാണ്. അപ്പോൾ കേരള പാഠ്യപദ്ധതി നവീകരണവുമായി ബന്ധപ്പെട്ട് കേരള വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ സമഗ്ര മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഈ മാറ്റങ്ങളെ നമുക്ക് 3 മേഖലകളിലാക്കി തിരിക്കാം. 1 അക്കാദമിക മേഖല, 2 ഭൗതികം, 3 സാമൂഹിക മേഖല. അക്കാദമിക മേഖലയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു നോക്കാം. പഠന ലക്ഷ്യങ്ങളെ കൃത്യതയോടെ നിർവചിച്ചു. വിദ്യാഭ്യാസം ശിശു കേന്ദ്രീകൃതമാക്കി. ഭിന്നശേഷിക്കാർക്ക് കൂടി ഉൾപ്പെടുത്തിയ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തി. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന പാഠ്യപദ്ധതിയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഭിന്നശേഷിക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠ്യപദ്ധതിയാണിത്.
അധ്യാപകർ ഒരു സഹപഠിതാവ് അല്ലെങ്കിൽ സഹായി എന്ന നിലയിലേക്ക് വന്നു. പഠനരീതി, പഠനതന്ത്രം എന്ന് പറയുമ്പോൾ സ്വയം പഠനം, സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി. പാഠപുസ്തകം ശിശു സൗഹൃദമാക്കി. കൂടാതെ പഠന പ്രവർത്തനങ്ങൾ ഭിന്ന നിലവാരക്കാർക്കും അനുയോജ്യമായതാക്കി. വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, പരസ്പര വിലയിരുത്തൽ, അധ്യാപക വിലയിരുത്തൽ, നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ, ഇതിനെല്ലാം പ്രാധാന്യം നൽകി. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഭൗതിക മേഖലയിൽ വന്ന മാറ്റങ്ങളാണ്. അടച്ചുറപ്പും വായുപ്രവാഹവും, ലൈറ്റ്, ഫാന്, ഇരിപ്പിടം, ശുദ്ധജലം, അതുപോലെ തന്നെ ലൈബ്രറി, ലാബ്, ജൈവവൈവിധ്യ പാർക്ക്, ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്, അതുപോലെ തന്നെ ശുചിമുറികൾ, കളിസ്ഥലം, ഇങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഭൗതിക സൗകര്യങ്ങളും സ്കൂളുകളിൽ നിർബന്ധമാക്കി. സാമൂഹികമായി വന്ന മാറ്റങ്ങൾ, സാമൂഹിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ, സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് തയ്യാറാക്കി, മദർ PTA ഉണ്ടാക്കി, ക്ലാസ് PTA ഉണ്ട്, അതുപോലെ തന്നെ സ്കൂൾ വെൽഫെയർ കമ്മിറ്റി, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, പൂർവ്വ അധ്യാപക സംഘടന, ഇങ്ങനെ കുറേ ധാരാളം സംഘടനകൾ രൂപീകരിച്ചു. അപ്പോൾ പാഠ്യപദ്ധതി നവീകരണവുമായി ബന്ധപ്പെട്ട് കേരള വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക മേഖലയിൽ, അതുപോലെ ഭൗതിക മേഖലയിൽ, സാമൂഹിക മേഖലയിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ സാർവത്രികമായ ഗുണമേന്മ, വിദ്യാഭ്യാസത്തിൽ സാർവത്രികമായ ഗുണമേന്മ എന്നത് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല കേരളം ഇതുവരെ. അപ്പോൾ അതിൻ്റെ വെല്ലുവിളി എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ സാർവത്രികമായ ഗുണമേന്മ അച്ചീവ് ചെയ്യാത്തത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ വെല്ലുവിളി ആയതൊക്കെയാണ്. പഠന സമയം, അതായത് പാഠപുസ്തകത്തിലെ ഉള്ളടക്കവും അതുപോലെ തന്നെ പഠന സമയവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. കണ്ടൻറ്റ് കുറേ ഉണ്ട്, എന്നാൽ അത് പഠിപ്പിക്കാനുള്ള സമയം കുറച്ചേ ഉള്ളൂ. അതുപോലെ പ്രീ സർവീസ്, ഇൻ സർവീസ് അധ്യാപക ശാക്തീകരണം, അതുപോലെ തന്നെ ഗുണമേന്മ ഉറപ്പാക്കാൻ കഴിയുന്നില്ല. പ്രീ സർവീസ്, ഇൻ സർവീസ് അധ്യാപക ശാക്തീകരണം, അതിൻ്റെ ട്രെയിനിങ് ഒന്നും അത്ര ഗുണമേന്മ ഉള്ളത് ആക്കാൻ നമുക്കത് സാധിക്കുന്നില്ല. അധ്യാപകരെ പ്രൊഫഷണൽ ആക്കാൻ കഴിയാത്തത്. ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടാനുണ്ട് ഇനിയും. എല്ലാ സ്കൂളുകളിലും നല്ല കെട്ടിടങ്ങളൊന്നും ഇപ്പോഴും ലഭിക്കാത്തതുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അൺഎയ്ഡഡ് മേഖലയിലെ പാഠ്യപദ്ധതി, പഠനരീതി, പഠന സാമഗ്രി വേണ്ടത്ര നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ പാഠ്യപദ്ധതി, പഠനരീതി, പഠന സാമഗ്രിയൊക്കെ നമ്മൾക്ക് തീരുമാനിക്കാം. പക്ഷെ അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിലുള്ള പ്രൈവറ്റ് സ്കൂളുകളുടെ ഇതൊന്നും നമുക്ക് ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെയാണ് സാർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ വെല്ലുവിളികൾ. ഇനി നമ്മൾ ഇതിനെങ്ങനെയാണ് ഈ വെല്ലുവിളി എങ്ങനെയാണ് നമ്മൾ പരിഹാരം കാണുന്നത് എന്നാണ് അടുത്തത് പറയുന്നത്. പരിഹാരം കണ്ടെത്താനായി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ നയം പരിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നതാണ്. അതുപോലെ തന്നെ പ്രീ സർവീസ്, ഇൻ സർവീസ് ട്രെയിനിങ് മെച്ചപ്പെടുത്തുക. ആരുടെ ഇൻ സർവീസ് ആൻഡ് പ്രീ സർവീസ് ആണ്? നമ്മുടെ അധ്യാപകരാവാനുള്ളവരുടെ ക്വാളിറ്റീസ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുക. അവർക്ക് ട്രെയിനിങ് ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ നൽകുക. വിദ്യാഭ്യാസ മേഖലയിലെ ഗവേഷണങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുക. ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുക. കലാ കായിക പ്രവൃത്തി പഠനത്തിന് ഊന്നൽ നൽകുക. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പരിഗണിച്ച് അവർക്ക് സംവരണം നൽകുക. ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ വെല്ലുവിളി ഇല്ലാതെയാക്കാൻ സാധിക്കും. അതായത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും എത്തിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇനി പാഠഭാഗത്ത് ഒരു കാര്യം കൂടിയേ നമുക്ക് പഠിക്കാനുള്ളൂ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെക്കുറിച്ചിട്ട്. അപ്പോൾ അതെന്താണെന്നും കൂടി നോക്കിയാൽ നമുക്ക് നമ്മുടെ ഈ യൂണിറ്റ് കൂടി കഴിയും. കേരളത്തിലെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പോൾ നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടി, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി, ഏതു മുതൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം ഗുണമേന്മയുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. വിദ്യാലയത്തിലെ ഓരോ കുട്ടിയുടെയും ധാരണ, നൈപുണി, ശേഷി, മനോഭാവം, മൂല്യം എന്നിവ അന്താരാഷ്ട്ര നിലവാരത്തിൽ വികസിപ്പിക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം.
ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇതിൽ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളുടെയും ഓരോ കുട്ടിയുടെയും ധാരണ, നൈപുണ്യ, ശേഷി, മനോഭാവം, മൂല്യം ഇതൊക്കെ വികസിപ്പിക്കാനാണല്ലോ വിദ്യാഭ്യാസം. അപ്പോൾ ഇതെല്ലാം എങ്ങനെ വികസിപ്പിക്കണം? അന്താരാഷ്ട്ര നിലവാരത്തിൽ വികസിപ്പിക്കലാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര പഠന നിലവാരം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ പഠനോപകരണങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ഉറപ്പാക്കുക എന്നതും ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് വരും. എന്താണ്? ഈ നിലവാരത്തിലേക്ക് കുട്ടികൾ എത്തിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ എന്തൊക്കെ വേണം, എന്നിവയെല്ലാം വേണം. അപ്പോൾ ഇത് ഉറപ്പാക്കുന്നതും എന്തിൻ്റെ ലക്ഷ്യമാണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ അധ്യാപക ശാക്തീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുക, കുട്ടികൾക്ക് ഗൈഡൻസ്, കൗൺസിലിങ്ങിന് സൗകര്യമൊരുക്കുക, സ്കൂൾ പ്രവർത്തനങ്ങളിൽ പ്രാദേശിക വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുക, അതുപോലെ ICT അധിഷ്ഠിത പഠനം ഉറപ്പാക്കുക, കലാ, കായിക, പ്രവൃത്തി പരിചയ മികവ് ഉറപ്പാക്കുക, സ്കൂൾ ലൈബ്രറി, ലബോറട്ടറി എന്നിവ ആധുനികവൽക്കരിക്കുക, കാർഷിക സംസ്കാരം പുതിയ തലമുറയിൽ വളർത്തിയെടുക്കുക, പ്ലാസ്റ്റിക് മുക്ത ലഹരി മുക്ത ക്യാമ്പസ് സൃഷ്ടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടി നമുക്കിതൊന്ന് പറയാം. കേരളത്തിലെ പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക, അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനായി ഇങ്ങനെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകണമെങ്കിൽ അതിനാവശ്യമായ പഠനോപകരണങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കണം. അതുപോലെ അധ്യാപക ശാക്തീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം VHSE പോലുള്ള വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കണം. കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഈ സൗകര്യങ്ങൾ ഒരുക്കണം. അതുപോലെ സ്കൂൾ പ്രവർത്തനങ്ങൾ പ്രാദേശിക വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുക, ICT അധിഷ്ഠിത പഠനം ഉറപ്പാക്കുക, കലാ, കായിക, പ്രവൃത്തി പരിചയ മികവ് ഈ പഠനത്തിനെല്ലാം കലാവിദ്യാഭ്യാസം, കായിക വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയ വിദ്യാഭ്യാസം ഇതിനൊക്കെ കൂടുതൽ ഊന്നൽ നൽകുക, സ്കൂൾ ലൈബ്രറി, ലബോറട്ടറി എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അവയെല്ലാം ആധുനികവൽക്കരിക്കുക, കാർഷിക സംസ്കാരം പുതുതലമുറയിലേക്ക് വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മുക്ത, ലഹരി മുക്ത ക്യാമ്പസ് സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫിലോസഫി പേപ്പറിലെ 6 യൂണിറ്റുകളും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവർക്കും നന്ദി.